മണ്ണ് കസ്തൂരിയുടെ ഗന്ധമാണ്. ഇതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. ഇതിലെ കല്ലിന് പകരം രത്നങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മള് ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മ സ്വർഗത്തിനെ നമ്മൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പോലുള്ള ഒരു ചിത്രം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഫസല്ലി റബ്ബിക വൻഹർ, അതിനാൽ നീ നിന്റെ നാഥന് വേണ്ടി നിസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. പ്രവാചകർ ഇത്രയൊക്കെ ഗംഭീരവും സമൃദ്ധവുമായ അനുഗ്രഹങ്ങൾ ചെയ്തെന്ന അള്ളാഹുവിന് വേണ്ടിയിട്ട് നിസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ് അവിടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു വന്നിട്ടും അള്ളാഹു തിരിച്ചു ചെയ്യാൻ പറയുന്നത് പോലും നമ്മുടെ ജീവിത വിജയത്തെ പ്രാപ്തമാക്കുന്ന ഒന്നാണ്. നിസ്കാരം ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിനൊന്നും കിട്ടാനില്ല, നമ്മൾക്ക് തന്നെ നമ്മുടെ ജീവിത വിജയത്തിലേക്കാണ് നിസ്കാരം നമ്മളെ എത്തിക്കുക. അതിനാൽ നിന്റെ ശത്രുക്കൾ ആരാണോ അവർ തന്നെയാണ് വേറിട്ടവർ. ഇവിടെ അബുത്തർ അല്ലെങ്കിൽ വേറിട്ടവർ, ദൃഢതയില്ലാത്ത അല്ലെങ്കിൽ ലക്ഷ്യമില്ലാത്ത, ലക്ഷ്യമായവൻ, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഇനി നന്മയൊന്നും പ്രതീക്ഷിക്കാനില്ല, അല്ലെങ്കിൽ അവന്റെ വിജയം അവനിൽ നിന്ന് നന്മയൊന്നും ആർക്കും പ്രതീക്ഷിക്കാനില്ല, അല്ലെങ്കിൽ ആൺമക്കൾ മരിച്ച ആളുകളെയാണ് അബുത്തർ എന്ന് വിളിക്കുന്നത്. ഖുറൈശികൾ ഈ എല്ലാ അർത്ഥത്തിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബുത്തർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, പ്രവാചകരെ, താങ്കളല്ല അബുത്തർ, പ്രത്യുത താങ്കളുടെ വിരോധികളാവുന്നു. ഈ ഒരു പ്രവചനം ഇറങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അബുത്തറായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. ഖുറൈശിക പ്രമാണിമാരാരും വേറിട്ട് പോകുന്നതായിട്ട് അവർക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. കാരണം സന്താനങ്ങളും സമ്പത്തും സ്ഥാനമാനങ്ങളും അങ്ങനെ എല്ലാ ഗുണവും ഒത്തു ചേർന്നാണ് അവർ ജീവിച്ചിരുന്നത്, ഖുറൈശി പ്രമാണിമാർ. എന്നാൽ സ്ഥിതിഗതികളെല്ലാം മാറി, ഇസ്ലാം വിജയിച്ചു, കാലം മാറി, അവരുടെ ഇസ്ലാമിന്റെ പ്രതിരോധികൾ നിസ്സഹായരും നിരാലംബരുമായി തീർന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പിന്നീട് സാധിക്കുന്നത്. അവരുടെ പേര് മാഞ്ഞുപോയി. അവരുടെ സന്താനങ്ങൾ ആരെങ്കിലും അവശേഷിക്കുന്നിരുന്നെങ്കിൽ തന്നെ അവരാരും അബൂജഹലിന്റെയോ അബൂലഹബിന്റെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഏതൊരു വിരോധിയുടെയോ സന്താനങ്ങളാണെന്ന് അറിയുന്നില്ല. ഇനി അറിയുന്നെങ്കിൽ തന്നെ അവർ തന്റെ പൂർവികരാണെന്ന് പറയാൻ അവർ തയ്യാറാവുന്നില്ല. മറിച്ച് ഇസ്ലാമിന്റെ കാര്യമാട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനു വേണ്ടി ഇന്നും ലോക ജനത മുഴുവൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഇത് വെറും ഒരു പ്രസ്ഥാനം എന്നതിന് പുറമെ സത്യമായി തീർന്ന ഇസ്ലാമിലെ സുപ്രധാന പ്രവചനങ്ങൾ ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല അബുത്തർ, മറിച്ച് വിരോധികളാണെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചിരിക്കുന്നത്. ഇസ്ലാമിക സമൂഹം ഇപ്പൊ സമാനമായി ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സൈനിസത്തിന്റെയും മറ്റ് വിരോധ ശക്തികളുടെയും കുതന്ത്രങ്ങൾ നീ പരാജയപ്പെടുത്തണേ നാഥ. അള്ളാഹു ഈ സൂറ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണേ പഠിച്ചാനെ. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും ഇതിൽ നിന്ന് പ്രചോദനവും ആത്മവിശ്വാസം ഉൾക്കൊള്ളുവാനും നമ്മളെ അനുഗ്രഹിക്കണേ നാഥ. ഇത് തദബ്ബർ ചെയ്യാനും ജീവിതത്തിൽ ഖുർആൻ പിന്തുടർന്ന് ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണേ പഠിച്ചാനെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആമീൻ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. സിദ്ര എന്താ ചെയ്യുന്നേ? പഠിക്കുന്ന ഫസ്റ്റ് ഇയർ എന്താ പഠിക്കുന്നേ? നിഫ്റ്റിലാണ്. എവിടെ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, ആ, ഡൽഹിയില്. ഓക്കെ ഓക്കെ ഓക്കെ. അൽഹംദുലില്ലാഹ്. പിന്നെ
അൽഹംദുലില്ലാ, നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെച്ചാൽ ഒരു നല്ല ക്ലാസ് തന്നെ നിലക്ക് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ നല്ല ഖിറാത്തും പിന്നെ അവതരിപ്പിച്ച ശൈലിയും എല്ലാം വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ശരിക്ക് നമ്മൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചത് നമുക്കൊന്നത് പിന്നെ ഈ ഒരു ഖുർആൻ സ്റ്റഡി ടീം ഉദ്ദേശിച്ച ഒരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്, പിന്നെ നമുക്ക് അള്ളാഹു കുറെ കഴിവുകൾ തന്നിട്ടുണ്ടല്ലോ, അപ്പം അത് കൂടുതൽ ദീൻ ആളുകളിലേക്ക് എത്തിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഖുർആൻ പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അതിൽ നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു. പക്ഷെ അത് പടച്ചോന് കൂടുതൽ അറിവ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, അവർക്ക് പകർന്നു കൊടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ആമീൻ. ഇല്ല. ഞാനിപ്പം പിന്നെ മൊബൈലിൽ എടുത്ത് തുടങ്ങാണ്. ഇങ്ങനെ പുറത്തായതുകൊണ്ട് വൈഫൈ കണക്ട് ചെയ്യണം. ഓക്കെ. بسم الله الرحمن الرحيم الحمد لله رب العالمين الذي علم القرآن خلق الإنسان علمه البيان اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഞാൻ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ സ്ലൈഡ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാം. ലാപ്പിലേക്ക് മാറ്റിയാൽ ചിലപ്പോൾ നെറ്റ് അത്ര ക്ലിയർ ആവില്ല. അല്ല, ഓക്കെ. നമ്മൾ ലൈഫിൽ എപ്പോഴും ഒന്ന് സന്തോഷത്തെക്കുറിച്ച് അല്ലെ, നമ്മൾ സന്തോഷവാന്മാരാകാൻ ആഗ്രഹിക്കും. എന്നാൽ ലോകത്തെ ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്ന് സൂചിപ്പിക്കപ്പെട്ട ആരാന്ന് നമ്മൾ എത്ര പേർക്ക് അറിയാം? അതിലേക്ക് എത്താനുള്ള ചില ടൂളുകളാണ് ഈ അടുത്ത് വരുന്ന സൂറയിൽ പഠിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒരു വാല്യൂ ഇത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്കറിയില്ല. രണ്ടാമത്തെ ഒരു സംഗതി, നമ്മളിപ്പോ ഇന്ന് ക്ലാസ് എടുത്തപ്പോഴും സൂചിപ്പിച്ചു, സൂറത്തുൽ മാഊനെ കുറിച്ച് പഠനപ്പോ അള്ളാഹു നൽകിയ അനുഗ്രഹം, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ ഒന്ന് പറയാം ആരെങ്കിലും? ഒരു സംഗതി എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, പിന്നെ നമ്മളിപ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സോട് കൂടി അല്ലെ അവസാനിക്കൂലേ? ശരിയല്ലേ സോലിത്ത ഷിബിൻത? അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പിന്നെ ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യണം. ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇന്ററാക്റ്റീവ് ആവുക. ഓക്കെ. ഈമാൻ അല്ലെ, ഈമാൻ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അൾട്ടിമേറ്റ് നമുക്കെല്ലാം ബോധ്യമുള്ള സംഗതി അല്ലെ ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനികമായ ജീവിതം അല്ലെ, തഖ്വ ബോധമുള്ള ജീവിതം, ഈ ദീൻ. അതുകൊണ്ട് ഖുർആനില് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്, അതില് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നുണ്ട്. അത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ ഒരു അഭിപ്രായമാണ് ഹജ്ജത്തുൽ വദായിൽ ഇറങ്ങിയ ആയത്ത്. ഏതാണത്? ആർക്കും അറിയോ? ഹജ്ജത്തുൽ വദാന്റെ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്ത് ഏതാ? വെരി ഗുഡ്. ഓക്കെ. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. അല്ലെ, ഇന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾക്ക് ലക്കും ദീനക്കും, ആ 3-ാമത്തെ ആയത്താണ്. 3-ാമത്തെ ആയത്തിൽ പൂർത്തീകരിച്ചു. വാഅത്മംതു നിഅമതി, എന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം ഞാൻ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു. അല്ലെ, അപ്പൊ അനുഗ്രഹ പൂർത്തീകരണം ദീനിന്റെ പൂർത്തീകരണത്തിലൂടെയാണ്.
അപ്പൊ നമ്മൾ അൽ കൗസറിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് ഈ ആയത്ത് നമ്മൾ ബോധ്യപ്പെടുന്നുണ്ട്. അത് ഈ ദീന് തന്നെയാണ്. അത് മനസ്സിലാവണമെങ്കിൽ ഇപ്പം ഈ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഫലസ്തീനികളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ ദീൻ ഒരു മനുഷ്യന് നൽകുന്ന കോൺഫിഡൻസ്, ഇനിയൊന്നുമില്ല, ദീനിലൂടെ ലഭിക്കുന്ന ഷഹാദത്ത് പോലും ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്നു. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു ജീവിതം, അല്ലെ? അപ്പോ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, പക്ഷെ ഈ ദീനിലെത്തിയ ആളുകൾക്ക് ഒരു വ്യത്യാസമുണ്ട് മറ്റു മനുഷ്യരിൽ നിന്ന്. ഒന്ന്, ഖുർആൻ പഠിപ്പിക്കുന്ന അൻതുമുൽ ആലൂൻ, നിങ്ങൾ ഏറ്റവും ഉന്നതരാ, ഏറ്റവും ടോപ്പ് ലെവൽ നിങ്ങൾ എത്തും, അല്ലെ? ഏറ്റവും ഉന്നതരായിരുത്തും. ഇപ്പൊ നമ്മൾ ഒരു ഭൗതിക ജീവിതത്തിൽ ഒന്ന് വെച്ച് നോക്കാം. ഒരാൾ നിങ്ങളോട് ഒന്ന് പറയണത്, എനിക്ക് ഉന്നതനാകണം, എനിക്ക് എന്ത് ചെയ്യണം, സക്സസ്ഫുൾ ആകണം, എനിക്ക് ലൈഫിൽ നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ടാവണം, എനിക്ക് ഉയരങ്ങളിലേക്ക് എത്തണം, അങ്ങനെ പറയാ. എന്താ പറയാ, സ്കൈ ഈസ് ദ ലിമിറ്റ്, അല്ലെ? അങ്ങനെയൊക്കെ പറയല്ലേ, അല്ലെ? സ്കൈ ഈസ് ദ ലിമിറ്റ്. തു ഷാഹി ഹെ പർവാസ് കം തെര, അല്ലമേക്കുവാൽ പറയില്ല, ഷാഹീൻ, നീ പറക്കണം, തെരെ സാമനെ ആസ്മാൻ ഓർ ബി ഹെ, അല്ലെ? അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഉയരങ്ങളിലേക്ക് പറക്കണം. അപ്പൊ ഒരാൾ നമ്മളോട് വന്നു പറയണത്, എനിക്ക് സക്സസ്ഫുൾ ആണ്, എനിക്ക് ഇത് ഇങ്ങനെ എത്തണം, നിങ്ങൾ എന്താ പറയാ, എന്ത് ചെയ്യണമെന്ന് പറയാ? പല സംഗതികളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാരിറ്റിയെ കുറിച്ച് പറഞ്ഞു, അല്ലെ? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാരിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഒരാള് ഫെയിലിയർ ആവുന്നതിന്റെ റീസൺ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ക്ലാരിറ്റി ആണ് ഫെയിലിയർ ആവുന്നതിന്റെ റീസൺ. പിന്നെ പറയുന്നത് എന്താ, അതിൽ വേറൊരു സംഗതി, ലാക്ക് ഓഫ് കറേജ്, ലാക്ക് ഓഫ് കോമ്പിറ്റൻസിനെ കുറിച്ച് പറയുന്നത്, അല്ലെ? ലാക്ക് ഓഫ് കോമ്പിറ്റൻസി, ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ്, കൺസിസ്റ്റൻസി, കോൺസെൻട്രേഷൻ, ഫോക്കസ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഇങ്ങനെ കുറെ തിയറികൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എന്ത് ചെയ്യണം, ചില ആക്ഷനുകൾ എടുക്കണം, അല്ലെ? അത് ക്ലിയർ അല്ലേ? അതെല്ലാവർക്കും ക്ലിയർ ആണ്, നോ ഡൗട്ട്. പക്ഷെ അള്ളാഹു പറയാണ്, അലൂൻ, നിങ്ങൾ ഏറ്റവും ഉന്നതരാ. ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലും. നമ്മളെ മനസ്സിലാക്കണം, ദുനിയാവിലും നിങ്ങൾ ഏറ്റവും ഉന്നതരാണ്. പക്ഷെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സംശയം ഇങ്ങനൊക്കെ അള്ളാഹ് പറയുന്നുണ്ടെങ്കിലും ഇന്ന് ലോകത്ത് വിശ്വാസികളാണോ ഉന്നതർ, അല്ലെ? എന്നൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടാവും, അല്ലെ? വിശ്വാസികളാണ് ഉന്നതർ. ചാനലിൽ നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ഒരു ടീം ആയതുകൊണ്ട് ജസ്റ്റ് നമ്മൾ തിങ്ക് ചെയ്യാൻ വേണ്ടി പറയാം കേട്ടോ. നമ്മൾ ക്ലാസ്സുകളൊക്കെ പേർപ്പസ് എന്താ, നമുക്ക് ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം, ലോകത്ത് മാറ്റം ഉണ്ടാവണം. ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ 2024 കണക്ക് പ്രകാരം 25%, അല്ലെ? ക്രിസ്ത്യാനിറ്റി 30%. പിന്നെ അങ്ങനെ വരുമ്പോൾ ഓരോ ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഹിന്ദുയിസം, ബുദ്ധിസം, സിഖിസം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് 0.2% ആളുകൾ ആരുള്ളത്, ജ്യൂസ് ഉള്ളത്, അല്ലെ? ജൂതന്മാരുള്ളത്. പക്ഷെ നമുക്ക് നോക്കും, ഈ ചെറിയൊരു ഗ്രൂപ്പിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ് എന്താണ്? അപ്പൊ നമുക്ക് മനസ്സിൽ വരൂലേ, എന്തുകൊണ്ടാണ് വിശ്വാസ സമൂഹം പലപ്പോഴും പല സ്ഥലങ്ങളിലും നിന്ദതയും അപമാനവും പേറുന്നത്? പക്ഷെ വളരെ ചെറിയ സംഘങ്ങൾ, 1% പോലും ഇല്ലാത്ത ആളുകൾ എല്ലാത്തിനും ഡൊമിനേറ്റ് ചെയ്യുന്നു. അല്ല, നമ്മുടെ നാട്ടിലേക്ക് നോക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ പറയുന്നത് മുസ്ലിങ്ങളാണ് ഹയസ്റ്റ് പോവർട്ടി റേറ്റ് എമംഗ് ഓൾ റിലീജിയസ് ഗ്രൂപ്പ്സ്, അല്ലെ? അതിൽ 35% മുസ്ലിംസ് ബി പി എൽ. ബാക്കി എല്ലാവരും അതിന്റെ അത്ര ഇത് വരില്ല. ഈവൻ അർബൻ പോവർട്ടിയെ കുറിച്ച് പോലും പറയുന്നത് 35% ഇൻ സ്ലംസ് ആരാണ്? മുസ്ലിംസ്, അല്ലെ? നമ്മൾ സിറ്റികളിൽ കുഴപ്പമില്ല, കുറച്ചും കൂടി ബെറ്റർ ആയി നമ്മൾ വിചാരിക്കും. പക്ഷെ സ്ലംസിൽ 35% മുസ്ലിങ്ങൾ. അപ്പൊ നമ്മൾ ആലോചിക്കും, എങ്ങനെയാണ് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുക? അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ വെറുതെ ഉയരങ്ങളിലേക്ക് എത്തും അല്ലാത്തൊരു നമ്മളൊരു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന സ്വർഗാണ്, ശാശ്വതമായ സ്വർഗം, ഏറ്റവും വലിയ ബ്ലെസ്സിങ്. മറ്റുള്ളവർക്ക് മീൻസ് സ്വർഗമല്ലെങ്കിൽ എന്താണുള്ളത്, നരകം എന്നാ പറഞ്ഞത്, അല്ലെ? ഹെൽ ഫയർ. അപ്പൊ ഇത്രയും വലിയൊരു കോൺസിക്വൻസസ് ഉണ്ടാകാൻ എന്തായിരിക്കും ഇത്, അല്ലെങ്കിൽ ഇത്രയും വലിയ റിവാർഡ് ഉണ്ടാകാൻ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫീച്ചർ എന്തായിരിക്കും? പിന്നെ അതിനേക്കാൾ ഉപരി
പ്രപഞ്ച സൃഷ്ടാവ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടൊരു വിഭാഗം, അള്ളാഹു വെറുത്തൊരു വിഭാഗം, അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. അപ്പൊ അത് ബാക്കിയും നമ്മൾ മനസ്സിലാക്കാം. ഈ ഒരു ഇങ്ങനെ ആളുകൾ വേർതിരിക്കാൻ എന്ത് തന്നെയായാലും അതൊരിക്കലും എന്താണ് നമ്മള് മഫ്ത് ധരിച്ചത് കൊണ്ടോ അല്ലെ നമ്മുടെ പേര് എന്താണ് ഇതിലുള്ള പേരുകൾ ഇപ്പം ഷഹന പേരുകളായതുകൊണ്ട് ഒരിക്കലും സംഭവിക്കോ? ഒരിക്കലും സംഭവിക്കില്ല. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളും നമ്മുടെ ചുറ്റുമുള്ള സമൂഹം തമ്മിൽ വലിയൊരു ഡിഫറൻസ് കാണുന്നുണ്ടോ? അത് കാണാനില്ല എന്നാണ് റിയാലിറ്റി, അല്ലേ? അങ്ങനെ പറയില്ല ആളുകൾ. ചിലപ്പോൾ ആളുകൾ നമ്മൾ തന്നെ പറയും, എന്ന് വെച്ചാൽ ഓലെ കണ്ടു പഠിക്കണം കേട്ടോ, അല്ലേ? ദീനൊന്നും ഇല്ലെങ്കിലും അങ്ങനെയൊക്കെ പറയൂലേ, ദീനൊന്നും ഇല്ലെങ്കിലും എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ശരിക്ക് ഇതിൽ നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് ആണ് ഇത് പറയുന്നത്, സൂറത്തുൽ മാഉൽ പറയുന്നത്. അപ്പോൾ എല്ലാമല്ല, അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഭാഗം എന്ന് നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറയിലൂടെ പോകുമ്പോൾ കുറച്ചും കൂടി ഇത് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഓക്കെ, ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ, കഴിയുന്നവരെ കൺമ്യൂട്ട് ചെയ്യാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم فذلك الذي يدعو اليتيم ولا يحض على طعام المسكين ولا يحض على طعام المسكين فويل للمصلين صلاتهم ساهون الذين هم يراءون الذين هم يراءون ويمنعون الماعون. ويمنعون الماعون. എന്റെ വോയിസ് ബ്രേക്ക് ആകുന്നുണ്ടോ? ഉണ്ടല്ലേ? ഞാനൊന്ന് നോക്കാം. ഓക്കെ, അങ്ങനെയുണ്ട് പറയണേ കേട്ടോ, അപ്പൊ തന്നെ പറയണേ. സിമ്പിൾ ആയ ഒരു സൂര്യാണ്, നമുക്ക് വലുതായി തോന്നുമെങ്കിലും ടോക്കിംഗ് ടു മീ വെരി പേഴ്സണൽ ആയിട്ട് അല്ലാഹു ചോദിക്കുകയാണത്. അറഅയ്ത, ഈ റഈ എന്നുള്ളതിന് രണ്ടായി. റഈ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കണ്ടുണ്ട്. റുഇയത്ത് കാഴ്ചയാണ്. റഈ എന്ന് വെച്ചാൽ അഭിപ്രായം. റായറ കാണുക കേട്ടോ. റഈ എന്താണ്? അഭിപ്രായത്തിന് പറയും, അല്ലെ? റആയറ എന്ന് വെച്ചാൽ കാണുക എന്നർത്ഥം. ഇപ്പൊ അലം തറ, നീ കണ്ടുവോ, നീ അറിഞ്ഞുവോ, അല്ലെ? നിനക്കറിയാമോ? അലം തറ എന്ന് പറയുമ്പോൾ അലം തറ കൈഫ അല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹാബുൽ ഫീലിന്റെ സംഭവം കണ്ടിട്ടുണ്ടോ?
ഇല്ല. ഇല്ല. അവിടെ നിനക്ക് അറിയാമോ എന്ന ചോദ്യമാണ് അവിടെ വരുന്നത്, അല്ലേ? അല്ലേ? പക്ഷെ നമ്മൾ ഹദീസുകൾ കാണുന്നുണ്ട്, മൻ റആ മിൻകും മുൻകറൻ, ആരെങ്കിലും തിന്മ കണ്ടു കഴിഞ്ഞാൽ. റആ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കാണ്, അല്ലെ? റആ. പിന്നെ ഒരു ഇബ്രാഹിം നബി അലൈഹിസ്സലാം മോനോട് ചോദിക്കണം, നമ്മൾ പെരുന്നാളിന്റെ സമയത്ത് കേൾക്കുന്നുണ്ട്, എന്ത്? ഫൻദുർ മാദാ തറ ഇനി അറാഫിൽ മനാമി, ഞാൻ സ്വപ്നത്തിൽ എന്ത് ചെയ്തു? കണ്ടു, അല്ലെ? അവിടെ കണ്ടു തന്നെയാണ്. ഇനി അറാഫിൽ മനാമി എന്നി അദ്ബഹുക് ഫൻദുർ, മോനെ നീ പറ മാദാ തറ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നീ എന്താ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം അവിടെ? എന്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, അല്ലെ? അപ്പൊ എന്താണ് നിന്റെ അഭിപ്രായം എന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുന്നത്, അല്ലെ? റഈ എന്ന് പറയുമ്പോൾ അഭിപ്രായം. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, അലം തറ, നിനക്കറിയാമോ, അല്ലെ? കൈഫ എന്താണ്? സോറി, അറഅയ്ത, നിനക്കറിയാമോ? അല്ലദീ അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. കദ്ദബ അർത്ഥം എന്താ? കദ്ദബ കളവാക്ക, അല്ലെ? ദീനിനെ കളവാക്ക നിനക്കറിയാമോ എന്ന് ചോദിക്കാണ്. ഓക്കെ, ദീനിനെ കളവാക്കുന്നവൻ. അപ്പൊ നോക്കണേ, അറഅയ്ത, റആ യറ, റഅയ്ത നീ കണ്ടു, അല്ലെ? എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഹൽ, ആണോ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നിനക്കറിയാമോ? അല്ലദീ ഒരുവനെ, യുകദ്ദിബു ബിദ്ദീൻ, അവൻ ദീൻ എന്ത് ചെയ്യുന്നു? കളവാക്കുന്നു. അപ്പൊ ദീനെ കളവാക്കുന്നത് നിനക്കറിയാമോ? നമ്മളോട് ചോദിക്കാട്ടോ, ആരാണ് ദീനെ കളവാക്കുന്നവൻ? അപ്പൊ നമ്മുടെ മനസ്സിൽ വരും എന്താണോ? നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന പേരുകൾ ചിലപ്പം ഏതോ ഒരു പ്രൈം മിനിസ്റ്ററുടെ പേരായിരിക്കും, അല്ലെ? ഏതോ എത്തീസ്റ്റുകളുടെ പേരായിരിക്കും, അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ വരിക, എത്തീസ്റ്റുകള്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ആളുകളുടെ പേരാ വരിക. ഒരിക്കലും ചിലപ്പോൾ നമ്മുടെ പേരുകളില്ല, അല്ലെ? നമ്മൾ ദീനെ കളവാക്കോ? ഇല്ല, അല്ലെ? പക്ഷെ അള്ളാഹു പറയുന്ന സംഗതി നോക്കണം കേട്ടോ. ഫദാലിക അല്ലദീ യദ്ഉൽ യതീം, അവൻ ആരാ? അവൾ ആരാണ്? അല്ലദീ ഒരുവനാണ്, അല്ലെങ്കിൽ ഒരുവളാണ്. അവിടെ അല്ലദീ ഉദ്ദേശം പുല്ലിംഗമാണ് ഉപയോഗിച്ചത്. അല്ലത്തി ആണ് എന്ത്? സ്ത്രീലിംഗം, അല്ലെ? ഈ അല്ലത്തി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ദോസ് ഹൂ എന്നൊക്കെ പറയൂലേ? APJ അബ്ദുൽ കലാം, ഹു വാസ് ദി ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഹു വാസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അല്ലെ? അവിടെ ഹൂ ഉപയോഗിക്കുന്നതിനാണ് ഒന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? അല്ലെ, ദോസ് ഹൂ, അല്ലെങ്കിൽ വിച്ച് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇതുപോലെ അല്ലദീ ഒരുവൻ, ആരാണവൻ? ദീനെ കളവാക്കുന്ന ആരാൻ ചോദിക്കാട്ടോ. യുകദ്ദിബു ബിദ്ദീൻ, സോറി, അല്ലദീ അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അല്ലെ? കദ്ദബ യുകദ്ദിബു എന്ന് വെച്ചാല് കളവാക്കുക, അല്ലെ? ദീൻ എന്ന് വെച്ചാല് ഇവിടെ ഉദ്ദേശം ദീൻ വ്യത്യസ്ത അർത്ഥമുണ്ട്. മാലിക് യൗമിദ്ദീൻ അർത്ഥം എന്താ? പ്രതിഫല, ഖിയാമത്ത് നാളെ ഉദ്ദേശം, അല്ലെ? പരലോകമാണല്ലോ, അല്ലെ? പരലോകമാണ് ഉദ്ദേശം. ദീനിന് വേ ഓഫ് ലൈഫ് നടത്തുന്നുണ്ട്, റിലീജിയൻ നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പരലോകമാണ് ഉദ്ദേശം. ഈ സൂറയുടെ പ്രമേയം പ്രധാനമായിട്ട് എന്താണ്? പരലോകമാണ്. അപ്പൊ അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനെ കളവാക്കുന്നവനെ നിനക്കറിയാമോ? എന്റെ അള്ളാഹു പറയുന്ന സംഗതി എന്താണോ? ഫദാലിക, ആരാണവർ? അല്ലദീ ഒരുവളാണവർ. യദ്ഉൽ യതീം, യദ്ഉ എന്ന് വെച്ചാൽ എന്താണ്? ആട്ടി അകറ്റുക. ആരെ? യതീമിനെ. അപ്പൊ ഫസ്റ്റ് പറഞ്ഞെന്ന് വെച്ചാൽ യതീമിനെ ആട്ടി അകറ്റുക, അല്ലേ? പിന്നെ പറയുന്നത് വെച്ചാൽ സെക്കൻഡ് പറയാട്ടോ, വലാ യഹുല്ലു, ഹല്ല യഹുല്ലു എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുന്നില്ല. അലാ ത്വആം, ത്വആം എന്താ? എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോ ഫദാലിക അല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ ത്വആം അൽ മിസ്കീൻ. മിസ്കീൻ ആരാ? അഗതി, പാവപ്പെട്ടവർ, ഫഖീർ, മിസ്കീൻ, അല്ലെ? സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ. അപ്പോ വിശക്കുന്നവൻ അന്നം കൊടുക്കാത്തവനാണ് പാവപ്പെട്ടവന്, അല്ലെ? അഗതിക്ക്. നോക്കണം കേട്ടോ, യതീമിൻ ആട്ടിയ. ഓക്കെ. എന്നിട്ട് വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. എന്നിട്ട് അല്ലാഹു പറയാണ്, അപ്പോൾ വൈലുൽ ലിൽ മുസല്ലീൻ,
വൈൽ എന്ന് പറഞ്ഞാൽ നാശം അല്ലെ? ആർക്കാ? വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസ. അതുപോലെ നാശമാർക്ക്? ലിൽ മുസല്ലി, നിസ്കരിക്കുന്നവർക്ക് നാശം. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണ്? നിസ്കാരം കേട്ടോ. അല്ല പ്രശ്നമായിട്ട് നിസ്കരിക്കുന്നവർക്കാണ് നാശം. ഓക്കെ, പക്ഷെ എല്ലാ നിസ്കാരക്കാർക്കും അല്ല. അല്ലദീന, ഒരു കൂട്ടം ആളുകൾ, അല്ലദീന ഹും, അവർ, അൻ സ്വലാത്തിഹിം. അവിടെ പറഞ്ഞെന്താ? അൻ സ്വലാത്തിഹിം അർത്ഥം എന്താ? നമസ്കാരത്തെ കുറിച്ച്. നമസ്കാരത്തെ കുറിച്ച് അല്ലെ? സൂറത്തുൽ മുഅ്മിനൂനില് മുഅ്മിനീങ്ങളുടെ ഡെഫിനിഷൻ പറയുന്നത് അള്ളാഹു പ്രത്യേകം പറയുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവിടെ ഫീ സ്വലാത്തിഹിം ന്നാ. എന്താ അൻ സ്വലാത്തിഹിം ഫീ സ്വലാത്തിഹിം വ്യത്യാസം എന്താ? നമസ്കാരം ഒന്ന് തൊട്ട് ഒന്ന് ഫീ സ്വലാത്ത് നമസ്കാരത്തിൽ, മറ്റേത് അൻ സ്വലാത്തിഹിം നമസ്കാരത്തെ കുറിച്ച്. അപ്പൊ രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നാം മനസ്സിലാക്കണ്ടോ? അല്ലദീനഹും, നമസ്കാരക്കാർക്ക് നാശം. ഏത് നമസ്കാരക്കാർക്കാ? അൻ സ്വലാത്തിഹിം, നമസ്കാരത്തെ കുറിച്ച് സാഹൂൻ, അവരെന്ത് ചെയ്യുന്നു? അശ്രദ്ധരാണ്. പിന്നെ പറയുന്നത് എന്താ? അല്ലദീനഹും, അവരുടെ പ്രത്യേകത എന്താണോ? യുറാഊൻ. എന്താ? കാണുക. ഇപ്പൊ യുറാഊ എന്ന് വെച്ചാൽ കാണിക്കുക. അവര് കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാ. നിസ്കാരം എന്തിനാ? കാണിക്കാൻ വേണ്ടി. വയംനഊനൽ മാഊൻ, അവരെന്ത് തടയുന്നു? ചെറിയ ഹെൽപ്പുകൾ പോലും എന്ത് ചെയ്യുന്നു? തടയുന്നു. ചെറിയ ഉപകാരങ്ങൾ പോലും എന്ത് ചെയ്യുന്നു? അവര് തടയുന്നു. മാഊൻ എന്ന് വെച്ചാൽ ചെറിയ ഉപകാരങ്ങൾ. നമ്മളിപ്പോ സ്കൂൾ പഠിക്കുമ്പോ ഒക്കെ പെന്നൊക്കെ കൊടുക്കും അല്ലെ? നാട്ടില് ഇങ്ങനെ ചില സംഗതികൾ കൊടുക്കൂലെ? എങ്ങനെ? പിന്നെ പാത്രങ്ങൾ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ പച്ചക്കറി കൊടുക്കുമായിരിക്കും. അങ്ങനെ അങ്ങനെ വയംനഊന എന്ന് പറഞ്ഞാൽ മന അർത്ഥം എന്താ? മന യംനഉ, തടയുക അർത്ഥം. തടയുക. വയംനഊനൽ മാഊൻ. അപ്പൊ നമുക്ക് വിശദീകരിക്കാം. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സൂറ കേട്ടോ. സൂറയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ദീനിനെ കളവാക്കുന്ന ആളുകൾ ആരാന്ന് ചോദിക്കാട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാവും ആരാണ് ദീനിനെ ഉൾക്കൊള്ളുന്ന ആളുകൾ. ഈ സൂറ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ 3 ആയത്തുകൾ ഇത് പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ്. അങ്ങനെ തന്നെ ഡയറക്റ്റ് പറയാട്ടോ, ദീനെ നിഷേധിക്കുന്ന ആളുകൾ. പിന്നെ പറയുന്ന ഫവൈലിൽ മുസല്ലീൻ എന്നത് മുതൽ ഈ പരലോകത്തെ മനസ്സിലാക്കാത്ത എന്നാൽ മുസ്ലിങ്ങളായി ഭാവിക്കുന്ന കുറെ ആളുകളുണ്ട്. ആരാണ്? മുനാഫിക്കുകൾ. അവരെ പ്രത്യേകത പറയാണ് മുനാഫിക്കുകളെ കുറിച്ച്. ഓക്കെ, മുനാഫിക്കുകളെ കുറിച്ച് അവരുടെ പ്രത്യേകത പറയാണ്. അപ്പൊ നമുക്ക് ഇത് ശരിക്ക് എന്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നോ? നമ്മളെ വിലയിരുത്താൻ അല്ലെ, നമ്മളെ കുറിച്ച് ചില ഫീഡ്ബാക്ക് എടുക്കുന്ന നല്ലതാണ് അല്ലെ? ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ യഥാർത്ഥ വിചാരണക്ക് എന്ത് ചെയ്യുക? സ്വയം വിചാരണ ചെയ്യുന്നതാണ് വളരെ നല്ലതാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യമാണെന്ത്? ദീനിനെ കളവാക്കുന്നവരാരാണ്? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അവരാരാണ്? അനാഥയെ ആട്ടിയകറ്റുക എന്ന് പറഞ്ഞാൽ അനാഥയെ പരിഗണിക്കാത്ത ആളുകൾ. ഫസ്റ്റ് പറഞ്ഞു നോക്കണം കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവുക ദീനിന്റെ സൗന്ദര്യമാണ്. ഹു ഈസ് എ മുസ്ലിം? നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ഉന്നതമായ സ്ഥാനവും കിട്ടേണ്ട ആളുകളാണെങ്കിൽ അവർ കുറച്ച് എഫേർട്ട് എടുക്കണമല്ലോ. നോ പെയിൻ നോ ഗെയിൻ. സൂറത്തുൽ ബലദിൽ പറയുന്നുണ്ട് ഫലഖ്തഹമൽ അഖബ അല്ലെ? നിങ്ങൾ ചില കടമ്പകൾ കടക്കണം. അത് സ്വർഗം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് എന്ത് പറയുന്നുണ്ടോ? പോയി സ്വർഗം കാണാൻ പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പോയി കണ്ടിട്ട് പറയുന്നത്, എന്റെ പടച്ചോനെ, ഒരു മനുഷ്യൻ ഇത് കണ്ടാൽ ഒരിക്കലും അത് നേടിയെടുക്കാതെ പോകൂല. പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കും. അത് കുറെ എന്തുണ്ട്, കുറെ കടമ്പകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഇതിൽ ആരും എത്തും തോന്നില്ല കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നരകം കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു ഒരു മനുഷ്യന് ഇതിൽ എത്തൂല കേട്ടോ. അല്ലാഹ്, അത്രയും ഭയാനകമാണ്. പക്ഷെ നരകത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തപ്പോഴോ ഇതിൽ ആളുകൾ വീണുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. ഇതുപോലെ അപ്പം ഈ സ്വർഗം പറയുന്നുണ്ട്
ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളാണ് അവിടെ വിജയിക്കുക. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നത് ഒന്ന് അനാഥി ആട്ടിയകറ്റുക അല്ലെ. ഈ അനാഥി ആട്ടിയകറ്റുക എന്ന് പറയുമ്പോൾ ഒന്ന് വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്ന ഒന്നാണ് അനാഥകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് അല്ലെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ആലോചിക്കണം. ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, നമ്മളെ വിശ്വാസികൾ ഏറ്റവും വലിയൊരു സ്വപ്നം എന്താ? നാളെ പരലോകത്ത് ആരുടെ കൂടെ ഉണ്ടാവണം? പ്രവാചകന്റെ കൂടെ. പ്രവാചകന്റെ കൂടെ ഉണ്ടാവണം. ഇത് സ്വപ്നമായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അവിടെ സാന്നിധ്യം കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടണം. ഇതിന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അന വഖാഫിൽ യതാമി ഫിൽ ജന്നതി ഹകദാ. ഞാനും യതീമിനെ സംരക്ഷിക്കുന്ന സ്വർഗത്തിൽ എന്താവും? ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ സംരക്ഷിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്താണ് പിന്നെ കൂടെ നിർത്താൻ പറ്റിക്കൊള്ളുന്നില്ല, പൈസ കൊടുത്ത് സഹായിക്കും, അങ്ങനെ പല വിധത്തിലും അല്ലെ. അപ്പൊ അനാഥകളെ ചേർത്ത് പിടിക്കുന്ന ആളുകൾ അല്ല, അനാഥകളെ പരിഗണിക്കാത്ത ആളുകളാകാൻ പാടില്ല. പ്രത്യേകിച്ച് അന്നത്തെ സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖുറാനിൽ തന്നെ അനാഥകളുടെ സ്വത്തുകളുമായി ബന്ധപ്പെട്ട് കുറെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതില് ആ സ്വത്തുകൾ തട്ടിയെടുക്കാൻ പാടില്ല, അത് നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളത് ആ സ്വത്ത് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? അവരുടെ അത്യാവശ്യത്തിന് മാത്രം ഇത് ഉപയോഗിക്കുക. അങ്ങനെ ഉണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഒരു സമ്പത്തും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളൊരു നോക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ചിലത് ഉപയോഗിക്കാം. അങ്ങനെ അനാഥകളുടെ സമ്പത്തിനെ കുറിച്ച്, അവരുടെ സംരക്ഷണത്തെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഈ അനാഥകളെ പരിഗണിക്കാത്ത അല്ലെ, അനാഥകളെ ആട്ടിയകറ്റുന്ന ആളുകളാണ് നമ്മൾ. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് വെച്ചാല് വല യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. മിസ്കീൻ അന്നത്തിന് പ്രേരിപ്പിക്കുന്നില്ല. ഇപ്പൊ ഖുർആന്റെ ഒരു പ്രത്യേകത എന്താണോ? ഖുർആൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, സംക്ഷിപ്തമായിട്ട് പറയാം അല്ലെ. നമ്മൾ പഠിച്ചു എന്താണ് ജവാമിഉൽ കലിം അല്ലെ. കുറഞ്ഞ വാക്കുകളിൽ കുറെ ആശയങ്ങൾ പ്രകടിപ്പിക്കും. അതിൽ വളരെ സുന്ദരമായ ഒരു പ്രയോഗമാണ് ഇത്ആമുൽ മിസ്കീൻ. ഇത്ആമുൽ മിസ്കീൻ നമ്മൾ അത്ഭുതപ്പെട്ടു കേട്ടോ. അതായത് നമുക്ക് പരലോകത്ത് സ്വർഗം നേടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പണികൾ നമ്മൾ ചെയ്യണം. സൂറത്തുൽ ബലദിൽ പറയുന്നതാ ഒമാ അദ്റാക മൽ-അഖബ. ആ കടമ്പകൾ എന്താണെന്നറിയോ? ഫഖു റഖബ, അടിമയെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ അല്ലെ, ഭക്ഷണം കൊടുക്കുക, പ്രയാസമുള്ള ഭക്ഷണം കൊടുക്കുക. ഔ മിസ്കീനൻ ദാ മസ്റബ. അവിടെ പറഞ്ഞ ആരെ കുറിച്ചാ? മിസ്കീൻ അല്ലെ. അപ്പോ പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഖുർആൻ. നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, റമദാനിൽ നമ്മളോട് പറഞ്ഞ എന്താ? നോമ്പ് നോൽക്കുക അല്ലെ. എന്താ ചെയ്യേണ്ടത്? അല്ലെ, മിസ്കീൻ അല്ലേ അല്ലെ. മിസ്കീന് ഭക്ഷണം കൊടുക്കാനല്ലേ. നിങ്ങൾ ഖുർആനിൽ ആവർത്തിച്ച് കാണുന്ന ഒരു സംഭവമാണ് ഇത്. പല ആളുകളും നരകത്തിൽ എത്താൻ കാരണം എന്താണോ? ഖുർആൻ പഠിപ്പിക്കുന്നത് മിസ്കീനുകളെ പരിഗണിച്ചില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തുൽ ഹാക്കയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടിയ ആളുകളെയും ഇടത് കൈയിൽ ഗ്രന്ഥം കിട്ടിയ ആളുകളെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ ഇടത് കൈയിൽ ഗ്രന്ഥം കിട്ടിയ ആളുകളെ കുറിച്ച് പറയുന്നത് ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ അല്ലെ. ആ ഗ്രന്ഥം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഓ, ഈ ഗ്രന്ഥം കിട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ അല്ലെ. ഇങ്ങനെ ഉണ്ടാവൂലെ. ഈ ചില ആളുകളൊക്കെ റിസൾട്ട് വന്നു, ഫെയിലായി അല്ലെങ്കിൽ A+ കുറവാണ്, ചിലപ്പോൾ ആ ഫോൺ 2 സ്വിച്ച് ഓഫ് ആയിരിക്കും അല്ലെ. അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാവൂലേ. അപ്പൊ ഒരു ഇങ്ങനെ ഭയങ്കര വ്യസനായിരിക്കും. നമ്മൾ ശരിക്കും ആലോചിക്കണം. വല്ലാത്തൊരു വിഷമത്തിൽ അവർ പറയും ഈ കിതാബ് കിട്ടിയിരുന്നില്ല എത്ര നന്നായിരുന്നേനെ. ഞങ്ങൾ ഹിസാബിനെ കുറിച്ച് ഒരു ബോധമില്ലാതെ ജീവിച്ചു. അവർ പറയുന്ന സംഗതി എന്താണോ? അവർക്ക് സംഭവിച്ച 2 അബദ്ധങ്ങളാണ് പറയുന്നത്. സൂറത്തുൽ ഹാക്കയിൽ 33, 34 2 അബദ്ധം പറയുന്നുള്ളൂ. 2 അബദ്ധം, ഓൺലി 2 അബദ്ധം. എന്താ പറയുന്നോ? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം. അള്ളാഹുൽ പ്രോപ്പറായി വിശ്വസിച്ചില്ല, യഥാർത്ഥ വിശ്വാസികളായിരുന്നില്ല. നോക്കണം കേട്ടോ. പിന്നെ പറയുന്നത് എന്താണോ? വല യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. മിസ്കീൻ അന്നത്തിന് പ്രേരിപ്പിച്ചില്ല. സെയിം ആയല്ലേ അല്ലെ. സെയിം ആയല്ലേ. ഞാൻ ഇത് ഖുറാനിൽ പലവട്ടം ഇങ്ങനെ പ്രയോഗങ്ങളുണ്ട് കേട്ടോ. ചില എക്സാമ്പിൾ മാത്രം പറയുന്നത്. അപ്പോ ഇടതെങ്കിൽ ഗ്രന്ഥം കിട്ടാനുള്ള ഒരു പ്രധാന കാരണം പറയുന്നതാ മിസ്കീൻ അന്നത്തിന് കൊടുത്തില്ല എന്നല്ല. അപ്പൊ പൈസ വിചാരിക്കെന്താ? പൈസ ഇല്ലാത്തോല് അല്ലാ എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ, ഞാൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെടൂല. ഹല്ല എന്ന് പറഞ്ഞ പ്രേരിപ്പിക്കാം. കൊടുക്കുക മാത്രല്ല, കൊടുക്കാൻ കഴിയാത്തവരെന്ത് ചെയ്യണം? പ്രേരിപ്പിക്കണം അല്ലെ. പിന്നെ പഠിപ്പിക്കുന്ന സൂറത്തുൽ മുദ്ദസ്സിറിൽ
ഭയങ്കര ഈ ഖുറാനിലെ ചില സംഭാഷണങ്ങളും ഖുറാന്റെ ശൈലികളൊക്കെ ഭയങ്കര രസാട്ടോ. ഈ സ്വർഗവാസികളും നരകവാസികളും തമ്മിലുള്ള സംഭാഷണം പറയാട്ടോ. في جنات يتساءلون عن المجرمين. അവര് സ്വർഗവാസികള് സ്വർഗത്ത് നിന്ന് കുറ്റവാളികൾ ചോദിക്കട്ടോ. എന്താ ചോദിക്കുന്നോ? മാ സലകകും ഫീ സഖർ. അല്ല, നിങ്ങളെന്താ നരകത്തില്? ഇവര് പറയുന്നതാണോ? ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ പ്രോപ്പറായി നിസ്കരിച്ചില്ല. ആ നിസ്കാരം യഥാർത്ഥ നിസ്കാരക്കാരല്ല എന്നുള്ളത് നമുക്കിപ്പം ആരാണെന്നുള്ളത്, നിസ്കാരക്കാരല്ലാത്ത ആരാന്നുള്ളത് നമുക്ക് അടുത്തതിൽ മനസ്സിലാവും. പിന്നെ പറയുന്നതാണോ? വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ മിസ്കീന് അന്നം കൊടുത്തില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ഞങ്ങൾ ഇങ്ങനെ ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ച് ഇങ്ങനെ കളിതമാശകൾ ജീവിച്ചു പോയിരുന്നു അല്ലെ. ഇവിടെ ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സംഗതി എന്താണ്? മിസ്കീൻ അന്നം കൊടുത്തില്ല അല്ലെ. ശരിയല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഖുർആന് നമ്മള് പിന്നെ പൊളിറ്റിക്സും സോഷ്യോളജിയും ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്താ? നിങ്ങൾ പറയാം. അടിസ്ഥാന പ്രശ്നം ഭക്ഷണം. ഭക്ഷണമാണ് അല്ലെ. ഭക്ഷണം, വസ്ത്രം, പഠിച്ചില്ലേ? പാർപ്പിടം അല്ലെ. ശുദ്ധവായു. ഫസ്റ്റ് പറയുന്ന എന്താ പറഞ്ഞു? ശുദ്ധവായു. ശുദ്ധവായു അല്ല, അങ്ങനല്ല. ഈ ഭരണകൂടങ്ങളൊക്കെ വരുമ്പോ അവര് ഫസ്റ്റ് പരിഗണിക്കേണ്ട എന്താ? ഭക്ഷണല്ലേ. ഓക്സിജൻ അള്ളാഹ് തരുന്നാണല്ലോ. നമ്മൾ ഒരു മനുഷ്യന്റെ കടമ നിലക്ക് അല്ലെ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അങ്ങനല്ലേ പറയാ. ഫസ്റ്റ് ഫുഡല്ലേ പറയാ. ഫുഡാണ്. അപ്പം ഇവിടെ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കാതെ നാളെ അങ്ങ് പരലോകത്ത് ചെന്നാലേ അങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട കേട്ടോ. കാരണം അള്ളാഹു അങ്ങനെ കുറെ മിസ്കീനുകളെയും കുറെ ഫക്കീറുകളെയും നമ്മുടെ ചുറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. മിസ്കീനുകൾ ഒരു പ്രത്യേകത പഠിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ കണ്ടാ മനസ്സിലാവൂല പ്രത്യക്ഷത്തിലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുടെ പോലും പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കാതെ അങ്ങ് ചെന്നാണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ശരിക്ക് യഥാർത്ഥ മുഅ്മിനാവാൻ ഏറ്റവും അനിവാര്യം തന്നെ ഇൽമ് വേണം. ഇൽമ് അല്ലെ. ഇൽമ് പ്രധാന. പലപ്പോഴും നമുക്ക് ഈ ആയത്തുകൾ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതായത് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഒറ്റ കാര്യമാണ്. ഒരു സ്ഥലത്ത് ഈമാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് നിസ്കാരം പറഞ്ഞു, ഒരു നോമ്പ് പറഞ്ഞു. പക്ഷെ റിപ്പീറ്റ് ചെയ്ത ഒറ്റ കാര്യമാണ്. ഏതാണ്? വിശക്കുന്നൊരു അന്നം കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാവണ്ട ഇതൊന്നും ഇല്ലാതെ അങ്ങ് ചെന്നാല് രക്ഷപ്പെടുവോ? ഇല്ല, രക്ഷപ്പെടൂല. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. അവിടെ അതാ പറഞ്ഞത്, നമുക്ക് ദീനിനെ നമ്മൾ യഥാർത്ഥ മുഅ്മിനുകളാവാൻ ഏറ്റവും അനിവാര്യം എന്താ? ഇൽമ് വേണം അല്ലെ. ഇൽമ് വേണം. ആ ഇൽമിനനുസരിച്ച് അമല് വേണം. ഈ ഇൽമില്ലാതിരിക്കുമ്പോൾ പ്രത്യേകത എന്താ? നമുക്ക് പലപ്പോഴും പ്രയോറിറ്റി മനസ്സിലാവൂല. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന്. പിന്നെ അവസാനം അള്ളാഹിന്റെ അടുക്കൽ എത്തും പറയാ എന്താ? എന്റെ റബ്ബേ, എനിക്കറിയില്ലായിരുന്നു അല്ലെ. നിങ്ങളിപ്പോ ഈ പിന്നെ ബൈക്കും കൊണ്ട് പോവാ അല്ലെങ്കിൽ കാറും കൊണ്ട് പോവാട്ടോ. ഒരു വൺ വേയിലൂടെ വണ്ടി കയറ്റി പോലീസ് എന്ത് ചെയ്തു? തടഞ്ഞു. അപ്പൊ നമ്മളെന്താ പറയാ? സാറേ സോറി ട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു അല്ലെ. കോടതി പോയി പറഞ്ഞു വിചാരിക്കാം. അല്ലെങ്കിൽ എന്തോ കുറ്റകൃത്യം ചെയ്തു. അപ്പോ ലോല് പറയുന്നത് എന്താ? ഇവിടെ ലോയർ ഉണ്ടല്ലോ. ലോയേഴ്സ് ആരുള്ള? ഇഗ്നറൻസ് ഓഫ് ലോ. Not an excuse. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് അല്ലെ. അങ്ങനെ പറഞ്ഞേ. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് അല്ലെ. അങ്ങനെ പറഞ്ഞേ. അപ്പൊ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? നിയമം അറിയില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല. പ്രത്യേകിച്ച് പരലോകത്ത് എത്രയോ അവസരങ്ങൾ അള്ളാഹു തന്നല്ലോ നമുക്ക് അല്ലെ. അപ്പൊ നമ്മൾ അള്ളാഹിനോട് പറയാം എന്താ? എന്റെ റബ്ബ് പടച്ചോനെ, ലൗ അന്നലി കറ, ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു ചെറിയ അവധി കിട്ടിയാൽ ഞാൻ നന്നായിക്കോളാം അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ദീനിനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നുള്ളത് ദീനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഈ ദീനെ മനസ്സിലാക്കാൻ അവസരം കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഏൽപ്പിച്ച ദൗത്യം മനസ്സിലാക്കാതെ ജീവിച്ചു പോകുന്ന മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ ആകെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. മനുഷ്യരുമായി ചേർത്ത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ അള്ളാഹുവിനെ ദുനിയാവിൽ കാണാനുള്ള ഒരു അവസരം ഹദീസ് പറയുന്നത് എന്താ അറിയോ? എന്താ
ഞാൻ രോഗിയായപ്പോൾ സന്ദർശിച്ചില്ല ആ ഹദീസാണ്. അതെ അതെ അതെ. അതിലെന്താ പറയുന്നേ? ഹരിൽത്തു ഫലം താദുനി അല്ലെ, ഇതൊക്കെ പറയണ്ടത്. അതില് ഞാൻ രോഗി എന്നെ സന്ദർശിച്ചില്ല, അല്ലെ, എനിക്ക് വിഷമു ഭക്ഷണം തന്നില്ല, എനിക്ക് ദാഹിച്ചു വെള്ളം തന്നില്ല. വലിയ ഹദീസാണ്. ഇതൊക്കെ ചോദിക്കും നമ്മള്, എന്റെ റബ്ബേ നീ റബ്ബുൽ ആലമീൻ, നിനക്ക് ഇങ്ങനെയാണ് ദാഹിക്കുക, നിനക്ക് ഇങ്ങനെയാണ് ഭക്ഷണം നൽകുക. അപ്പൊ അള്ളാഹു പറയുന്നതാ, നീ അത് ചെയ്തിരുന്നെങ്കിൽ വജച്ചനി അന്ത, അവിടെ നിനക്ക് എന്നെ അങ്ങനെ തന്നെ പറയുന്നത് അല്ലെ. അപ്പൊ അള്ളാഹുവെ നമുക്ക് ചേർന്ന് നിൽക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താ? ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയുള്ള ഒരു കരുണ കാണിക്കുക. ഇർഹമുക്കും മൻ ഫിസ് സമാ, ആകാശമല്ലോ നിങ്ങളോട് എന്ത് ചെയ്യും? കരുണ കാണിക്കും അല്ലെ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണോ? ഇത് ചെയ്താൽ ഒന്ന് നമുക്ക് യഥാർത്ഥ മുഅ്മിനാവാം, അള്ളാഹുവിന്റെ സാമീപ്യം ശ്രദ്ധിക്കാം അല്ലെ. പിന്നെ വേറൊരു സംഗതി, പരലോക വിജയം. പിന്നെന്താ വേറെന്താ ബെനിഫിറ്റ് അറിയോ? ദുനിയാവില് ദുനിയാവിൽ എന്താ കിട്ടാ? ഉന്നതി, ഉയർച്ച. അതന്നെ. ഈ ജോൺസി മാക്സ്വെൽ പറയുന്നുണ്ട്, ഹാപ്പിയസ്റ്റ് പീപ്പിൾ, ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ആളുകൾ ആരാ? ഹാപ്പിയസ്റ്റ് പീപ്പിൾ എന്താ? സമാധാനം. അതിൽ പറയുന്നതാണ്, ഹാപ്പിയസ്റ്റ് പീപ്പിൾ ആർ നോട്ട് ഓൾവേസ് സക്സസ്ഫുൾ പീപ്പിൾ, നോട്ട് ഓൾവേസ് സക്സസ്ഫുൾ പീപ്പിൾ, ദേ ആർ ദി വൺസ് ഹൂ സെർവ് ദി ബെസ്റ്റ്. ഏറ്റവും നന്നായിട്ട് സെർവ് ചെയ്യുന്ന ആളുകൾ അല്ലെ, അവരാണ് ഏറ്റവും സന്തോഷിക്കുന്ന ആളുകൾ. ഇഫ് യു ഹെൽപ്പ് ദ പീപ്പിൾ ടു ഗെറ്റ് വാട്ട് ദേ വാണ്ട് ഇൻ ദിയർ ലൈഫ്, യു വിൽ ഗെറ്റ് എവറിഥിങ് വാട്ട് യു നീഡ് ഇൻ യുവർ ലൈഫ്. അത് ഇസ്ലാമിന്റെ ഒരു തിയറി. അത് മനുഷ്യരുടെ സഹായിക്കാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നിറവേറ്റപ്പെടും. ആരാ നിറവേറ്റാം? പടച്ചോൻ അല്ലെ. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ, പക്ഷെ എന്തുകൊണ്ടും നന്മകൾ മാത്രം. അപ്പൊ ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യം നമുക്ക് എന്ത് ചെയ്യും? അതിലൂടെ മനസ്സിലാവും. ഓക്കെ, പ്രധാലിക്കലെത്തിയും. പിന്നെ പറയുന്നത് ഇത് ക്ലിയർ ആണല്ലോ, ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം കേട്ടോ. പിന്നെ പറയുന്നത് ഫവൈലുൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. ഇവിടെ വൈൽ എന്നർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് നാശമെന്നും അത് സ്വർഗത്തിലെ നരകത്തിലെ പ്രത്യേകമായ ഒരു സ്പേസ് എന്ന് പറയുന്നുണ്ട്. ഇത് ആർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓല് നമസ്കരിക്കുകയും, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ, മുനാഫിക്കുകളുടെ നമസ്കാരം എന്താ? കാമു കുസാല അല്ലെ, യുറാഊനന്നാസ്, അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മടിയന്മാരായി വന്നു നിൽക്കും അല്ലെ, മടിയന്മാരായി വന്നു നിൽക്കും. പിന്നെ പറഞ്ഞെന്താ? വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, നിസ്കരിക്കുന്ന അള്ളാഹിനെ ഓർക്കൂല എന്നല്ല പറഞ്ഞേ. എന്താ നമ്മള് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞേ? നിസ്കരിക്കുമ്പോൾ അള്ളാഹിനെ ഓർക്കും കേട്ടോ, പക്ഷെ കുറച്ചേ ഓർക്കുള്ളൂ. മുനാഫിക്കുകൾ കുറച്ചേ ഓർക്കുള്ളൂ, മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? എപ്പോഴും ഓർക്കും അല്ലെ. അപ്പൊ നമ്മള് അതാണ് ഈ നമസ്കാരക്കാർക്ക് നാശം, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ. പക്ഷെ ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധ എന്ന് പറയുമ്പോൾ നമസ്കാരത്തിന്റെ പേർപ്പസ് മനസ്സിലാക്കാത്ത ആളുകളാണ് അല്ലെ. ഫീ എന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പിനുള്ള പറഞ്ഞല്ലോ, നമസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഖുശൂ, ഭയഭക്തി, ഇതൊക്കെയാണ് അവിടെ ഉദ്ദേശം കേട്ടോ. പക്ഷെ ഇവിടെ അർത്ഥം എന്താ? നമസ്കാരത്തിന്റെ പേർപ്പസ്. അപ്പൊ നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യണം, വൈ വി ആർ പ്രേയിങ്. നമ്മൾ പറഞ്ഞിരുന്നു തോന്നുന്നു, സൈമൺ സിനക്ക് 2 പുസ്തകമുണ്ട്, സ്റ്റാർട്ട് വിത്ത് വൈ, ഫൈൻഡ് യു വൈ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം എന്താ? വൈ, ഞാൻ എന്തിനാ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തിനാ നമസ്കരിക്കുന്നേ? വൈ ഐ എം പ്രേയിങ്. നമുക്കുണ്ടാവുന്ന ഔട്ട്കം എന്താ ഖുർആൻ പഠിപ്പിച്ചത്? വെരി ഗുഡ്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ എല്ലാ മ്ലേച്ഛ വൃത്തികളും തിന്മകളും എന്ത് ചെയ്യണം? നമസ്കാരം തടയണം. ഇതില്ലെങ്കിൽ നമസ്കാരം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമസ്കാരം കൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലെ. പേർപ്പസ് മീറ്റ് ചെയ്യണ്ടേ? ഏത് സംഗതി ചെയ്യുമ്പോഴും അതിന്റെ പേർപ്പസ് മീറ്റ് ചെയ്യണ്ടേ? ഒരാളിപ്പം ഡൽഹിയിലൊന്നും പഠിച്ചു, ഇപ്പം സിദർ ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു, ഫാത്തിമ അല്ലെ LLB പഠിക്കുന്നു. അങ്ങനെ LLB പഠിച്ചു, 2-3 വർഷം കഴിഞ്ഞു അല്ലെ. അവസാനം ലാസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യും? ലാസ്റ്റ് സെം ബാക്കിയുണ്ട്. എന്ത് ചെയ്യുന്നു? പിന്നെ ഒരാൾ തിരിച്ചു പോവാ, ഏതൊരു കോഴ്സ് ചെയ്യുമ്പോ അല്ലെ, തിരിച്ചു പോവാണ്. ഇത്രക്ക് പഠിച്ചാൽ മതി അല്ലെ. അപ്പൊ പറയുന്ന നീ എന്തിനെങ്കിലും പോകുന്നതെന്ന് ചോദിക്കൂല ആളുകൾ അല്ലെ. എന്ന് വെച്ചാല് എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് മീറ്റ് ചെയ്യൽ വളരെ പ്രധാനമാണ് അല്ലെ, ഏത് സംഗതിക്കും. അപ്പൊ നമസ്കാരം നമ്മൾ അതിൽ തടയണം. ഒന്ന് കേട്ടോ, അതാണ് അൻസ്വലാത്തി നമസ്കാരം. പിന്നെ ഏറ്റവും പ്രധാനം എന്താ? അഖിമി സ്വലാത്തിൽ ദിക്രി, നിസ്കരിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹുവിനെ ഓർക്കാൻ. അങ്ങനെ ഉണ്ടല്ലോ, നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ഓർക്കാൻ. അതായത് നമസ്കാരത്തിലൂടെ ഒരു റീചാർജിങ് പ്രോസസ് ആണ് അല്ലെ. ഈ റീചാർജ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് അവിടെ മാത്രമാണോ? പിന്നെ ഉണ്ടാവും അല്ലെ.
നിങ്ങളൊരു ട്രെയിനിങ്ങിന് പോകാന്ന് വിചാരിക്കാം. ഈ ട്രെയിനിങ് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം ഉണ്ടാവും. പക്ഷെ ട്രെയിനിങ് എന്നുള്ളത് ആ 2 ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി ആണോ? അല്ല. മറിച്ച് എന്താണ്, അതിനുശേഷം എന്റെ ജോലി, എന്റെ കരിയർ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാവണം, അല്ലേ? അപ്പൊ ഖുറാൻ പഠിപ്പിച്ച എന്താ? അക്കമി സ്വലാത്തിൽ ഇതിക്ക് എന്നെ ഓർക്കാൻ, നിസ്കാരത്തിൽ എന്നല്ല അവിടെ ഉദ്ദേശിച്ചത്. അവിടെ ഉദ്ദേശിച്ചത് എന്താ? എപ്പോഴും എന്നെ ഓർക്കാൻ നിങ്ങൾ നിസ്കരിക്കുക, അല്ലെ? അപ്പൊ നമുക്ക് ഇപ്പൊ ട്രെയിനിങ്ങിന് പോകുമ്പോ ട്രെയിനിങ്ങിന്റെ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ എന്ത് പറഞ്ഞാലും നമുക്കൊരു വല്ലാത്തൊരു ഫീല്, അല്ലെ? ഭയങ്കര ഒരു കോൺഫിഡൻസ്. എനിക്ക് ഭയങ്കര ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്നൊരു തോന്നലുണ്ടാവാം. കഴിഞ്ഞാൽ കുറച്ച് കുറയായിരിക്കും, അല്ലെ? ശരിയല്ലേ? പക്ഷെ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നിസ്കാരം കഴിഞ്ഞാലാണ്, അല്ലെ? ഇപ്പോ സൂറത്തുൽ ജുമയിൽ പറഞ്ഞ എന്താ? ഫൈദാ ഖുദിയത്തി സ്വല, നമസ്കാരം നിറവേറ്റി കഴിഞ്ഞാല് വന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാഹ്, ഭൂമിയിൽ വ്യാപരിച്ച് അള്ളാഹിന്റെ ഫദ്ല് തേടുക, ഉപജീവനം. പക്ഷെ വദ്കുറുല്ലാഹ കസീറ, അള്ളാഹിനെ ധാരാളമായി ഓർക്കണം കേട്ടോ നിസ്കാരം കഴിഞ്ഞാല്, അല്ലെ? പക്ഷെ നമ്മുടെ നമസ്കാരത്തിൽ പോലും നമുക്ക് ആർക്കും ഓർക്കാൻ കഴിയുന്നില്ല, റബ്ബിനെ ഓർക്കാൻ കഴിയുന്നില്ല. നമസ്കാരത്തിന്റെ പേർപ്പസ് നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഖുറാനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇത് മാത്രം ഒരാളൊന്ന് വായിക്കോ. പിന്നെ സൂറത്തുൽ മആരിജിലെ 18, 19 നമ്മൾ നമസ്കാരത്തെ സ്പെസിഫിക്കലി പറയും, അതിന്റെ പേർപ്പസ് പറയണം. മആരിജില് ആയത്തൊന്ന് വായിക്കോ, 18, 19. ഒരാളൊന്നും അതിന്റെ മീനിങ് വായിക്കണേ. അത് നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. ആർക്കാണ് മആരിജില് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് 19 മുതൽ ഒന്ന് വായിക്കോ മീനിങ്, മാരിജിൽ കേട്ടോ. പിന്നെ ഖുറാനില് നിങ്ങൾക്ക് വേണം പരിശോധിക്കാം. മാരിജ് കിട്ടിയ പറയണ കേട്ടോ ഒരാള്, നിങ്ങൾ ജസ്റ്റ് കേട്ടെ. അപ്പൊ നമുക്ക് അൻസൊലാത്തി എന്ന് പറയുന്ന നമസ്കാരത്തിന്റെ പേർപ്പസ് എന്താന്നുള്ളത്, ഇതിലൂടെ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടെന്നുള്ളത് കുറച്ചും കൂടി ക്ലാരിറ്റി ഇട്ടോ, അതുകൊണ്ടാണ് വായിക്കുന്നത്. വായിക്കട്ടെ. വായിച്ചു. മനുഷ്യൻ ചപലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആപത്തണയുമ്പോൾ അവൻ വെപ്രാളം കൊള്ളുന്നു. സൗഭാഗ്യമുണ്ടാകുമ്പോഴോ ആർക്കും ഒന്നും കൊടുക്കാത്ത ലുബ്ധനാകുന്നു. എന്നാൽ നമസ്കരിക്കുന്നവർ ഈ ദോഷത്തിൽ നിന്ന് മുക്തരാകുന്നു. അവർ നമസ്കാരത്തിൽ സദാ നിഷ്ഠയുള്ളവരാണ്. അവരുടെ ധനത്തിൽ ചോദിച്ചു വരുന്നവർക്കും ഉപജീവനം തടയപ്പെട്ടവർക്കും നിർണിതമായ വിഹിതമുണ്ട്. ആരുടെ ധനത്തില്? നമസ്കരിക്കുന്നവരുടെ, അല്ലെ? ഇനി വായിച്ചോ, ബാക്കി ക്വാളിറ്റീസ് പറയട്ടെ നമസ്കാരക്കാരുടെ. പ്രതിഫല ദിനത്തെ അവർ സത്യമെന്ന് വിശ്വസിക്കുന്നു. റബ്ബിന്റെ ശിക്ഷ ഭയപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ റബ്ബിന്റെ ശിക്ഷ ഭയപ്പെടാതിരിക്കാവുന്ന ഒന്നല്ല. അവർ ശരീരത്തിലെ നഗ്നതകളെ സൂക്ഷിക്കുന്നവരാകുന്നു, അവരുടെ ഭാര്യമാരിലോ അധീനത്തിലുള്ള സ്ത്രീകളിലോ ഒഴിച്ച്. ഇപ്പറഞ്ഞവരിൽ നിന്ന് അത് സൂക്ഷിക്കാതിരിക്കുന്നവർ അധിക്ഷിപ്തരാവുകയില്ല. എന്നാൽ അതിനപ്പുറം കാക്ഷിക്കുന്നവർ അതിരു ലംഘിച്ചവർ തന്നെയാകുന്നു. അവർ സ്വന്തം അമാനത്തുകൾ സംരക്ഷിക്കുന്നവരും കരാറുകൾ പാലിക്കുന്നവരുമാകുന്നു. സാക്ഷ്യ നിർവഹണത്തിൽ സത്യത്തിൽ നിലകൊള്ളുന്നു. നമസ്കാരം സൂക്ഷ്മതയോടെ അനുഷ്ഠിക്കുന്നു. ആദരണീയരായി. നിങ്ങളൊന്ന് ആലോചിച്ചു, അല്ലെ? മുസല്ലി എന്ന് പറഞ്ഞിട്ട് ഇല്ലൽ മുസല്ലി അല്ലദീന, ആരാണ് മുസല്ലി ഡിഫൈൻ ചെയ്യുക? ഇത് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല മനുഷ്യന്മാരാവും, അല്ലെ? നിസ്കാരക്കാരുടെ ക്വാളിറ്റി. അപ്പൊ എന്ന് പറഞ്ഞാല് നിങ്ങൾ ആയത്ത് ഓരോന്ന് ഇങ്ങനെ എടുത്തൊന്ന് ചിന്തിച്ചു നോക്കുക. പിന്നെ പറയുന്നത് എന്താ? ഓലെ ഈ നിസ്കാരക്കാരാണെന്ന് മെഷർ ചെയ്യാനുള്ള ഒരു ടൂള് പഠിപ്പിക്കുക. എന്താ പഠിപ്പിക്കുന്നത്? മനുഷ്യ പൊതുവെ ക്ഷമ ഉണ്ടാവില്ല, അല്ലെ? നമുക്കിങ്ങനെ സബർ ഭയങ്കര കുറവാണല്ലോ, ഭയങ്കര തിരക്ക് അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ആകെ ടെൻഷൻ ആവും, അല്ലെ? ഫലസ്തീനൊക്കെ എന്തൊക്കെ ഉണ്ടാവും, നമുക്ക് ചെറിയ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അപ്പുറം പോയാൽ എന്ത് ചെയ്യും? ആകെ അസ്വസ്ഥമാകും. പിന്നെ പറയുന്ന നമസ്കാരത്തെ കുറിച്ച് സക്കാത്ത് പറയുന്നുണ്ടല്ലോ, അല്ലെ? നമസ്കരിക്കാൻ കുറച്ചും കൂടി വരുമായിരിക്കും, പക്ഷെ സക്കാത്ത് പൈസ കൊടുക്കാൻ മടിയാ. പൈസ കിട്ടിയാൽ എന്താ? കൊടുക്കൂല, അല്ലെ? കൊടുക്കൂല. അപ്പൊ എന്ന് പറഞ്ഞാല് പിന്നെ ഈ ക്വാളിറ്റീസ് ഒക്കെ അപ്പൊ നമ്മൾ നോക്കേണ്ടതാണ്. അൻസൊലാത്തിഹി എന്ന് പറയുമ്പോൾ ഈ ക്വാളിറ്റീസ് നേടിയെടുക്കാത്തവർ, ഈ സൂറ മറിയമില്ലേ, മുൻകാല സമൂഹങ്ങളുടെ ചരിത്രം പറഞ്ഞു. നിങ്ങൾ ഈ 59-ാമത്തെ ആയത്തിന് മുമ്പുള്ള ആയത്തുകളൊക്കെ നോക്കി പറഞ്ഞു. കുറെ സമൂഹങ്ങളുടെ ചരിത്രമുണ്ട്. അള്ളാഹു പറയാണത് 59-ാമത്തെ ആയത്തിൽ പറയാണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അതിനുശേഷം കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഒരു നമസ്കാരത്തിലെ കുറിച്ച് അശ്രദ്ധരായി, അതിനെ നഷ്ടപ്പെടുത്തി ഷഹവാത്തുകളെ, സ്വന്തം താല്പര്യത്തെ ഒരു പിന്തുടർന്നു, അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമസ്കാരമാണ്. അതുകൊണ്ടാണ്
അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും നല്ല അമൽ ഏതാ? അസ്സലാത്തു അലാ വഖതിഹ, സമയത്ത് എന്ത് ചെയ്യാൻ നിസ്കരിക്കാം. ഉണ്ടല്ലോ, പ്രോപ്പർ സമയത്ത്, ആവശ്യമില്ലാണ്ട് കളാന്നാക്കാതെ പ്രോപ്പർ സമയത്ത് നമസ്കരിക്കുക. നമസ്കാരത്തിന് പ്രയോറിറ്റി കൊടുക്കുക. നമസ്കാരത്തെ കുറിച്ച് നമുക്ക് അതിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മെഹറാജ് യാത്രയിൽ അള്ളാഹുവിന്റെ ഹബീബിന് കൊടുത്ത ഗിഫ്റ്റ് എന്താ ഗിഫ്റ്റ്? നമസ്കാരം അല്ലെ? നമസ്കാരമാണ് കൊടുത്ത ഗിഫ്റ്റ്. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമസ്കാരത്തിന്റെ പേർപ്പസ് നമ്മൾ മീറ്റ് ചെയ്യണം നോക്കാം. എന്ന് പറയണം അല്ലദീന ഹും യുറാഊൻ, ഒരു കാണിക്കാവുന്ന നിസ്കരിക്കുന്ന കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ, അതായത് വീട്ടിൽ ആരുമില്ല, എല്ലാരും പോയി, എന്നാല് എന്ത് ചെയ്യേണ്ട? സമയത്ത് നിസ്കരിക്കണ്ട അല്ലെ? എല്ലാരും കൂടെ ഉണ്ടാകുമ്പോഴോ തഹജ്ജുദ് വരെ നിസ്കരിക്കും അല്ലെ? നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യം ഏതാ? അങ്ങനെ ഉണ്ടല്ലോ. അള്ളാഹുവിനെ കാണിക്കലാണോ പ്രധാനം, അല്ല അള്ളാഹുവിന്റെ പടപ്പുകളെ കാണിക്കലാണോ? നമ്മൾ ശരിക്കും ആലോചിക്കണം. അല്ലദീനഹും യുറാഊൻ. ഇപ്പൊ ഒരാളിങ്ങനെ രണ്ടു നാളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തുനിന്നും. അപ്പൊ എന്താ പറയാ? അല്ലാഹു അക്ബർ, ഭയങ്കര ഖുശൂഅോടെ കൈകെട്ടും. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം വൃത്തിയായി വെക്കും. ഒറ്റക്കെങ്കിലോ നമ്മളിങ്ങനെ നാട്ടിലെ ഭാഷ തലകുത്തി മറിയാന്നൊക്കെ പറയും അല്ലെ? ചിലരുടെ നിസ്കാരം തലകുത്തി മറിയാന്നൊക്കെ പറയും അല്ലെ? അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ടാസ്ക് തന്നിരുന്നു, റബ്ബി ഗഫിർലി, ഓർമ്മ ഉണ്ടോ? തന്നില്ലേ? ആ, അപ്പൊ ഇങ്ങനെ നമ്മൾ മനസ്സാന്നിധ്യത്തോടെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിൽക്കാൻ കഴിയണം. സുജൂദുകൾ ദീർഘിപ്പിക്കാൻ കഴിയണം. അല്ലാണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള നമസ്കാരമായി മാറാൻ പാടില്ല. നമ്മൾ സുഹൃത്തു നിസായിൽ ഉദ്ധരിച്ചു അല്ലെ, യുറാഊന നാസ്, ജനങ്ങളെ കാണിക്കാനുള്ള നമസ്കാരമാകാൻ പാടില്ല കേട്ടോ. പിന്നെ പറയുന്നത് വയംനഊനൽ മാഊൻ, ഇവരുടെ പ്രത്യേകത എന്താ? വലിയ നിസ്കാരക്കാരാ, നിസ്കാര തഴമ്പും ഉണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ നിസ്കാര തഴമ്പുണ്ടാവും. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, പണ്ടൊക്കെ ആളുകൾ നിസ്കാര തഴമ്പുണ്ടെങ്കിൽ സ്വർഗത്തിൽ വേഗം പോകും. ഇപ്പൊ ഇങ്ങനെ ഈ കാർപ്പറ്റൊക്കെ ആയതുകൊണ്ടേ തഴമ്പുകൾ കുറവാ അല്ലെ? ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് വയംനഊനൽ മാഊൻ, പറയാട്ടോ, ഒരു ചെറിയ ഉപകാരം പോലും ചെയ്യൂല. മഊൻ, നിസ്കരിക്കും, പക്ഷെ നമസ്കാരത്തിന്റെ പേർപ്പസ് മനസ്സിലാക്കുക. നമസ്കാരം ഭയങ്കര ലെസൺസ് അല്ലേ? എന്താണ്? നമ്മുടെ മാനസികമായിട്ടുള്ള സമാധാനം തരും, നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ. എന്ത് പറഞ്ഞാലും നമ്മൾ എത്ര ഒരു ദിവസം എത്ര സമയം റുക്കുവും സുജൂദൊക്കെ ചെയ്യുന്ന അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുമല്ലോ അല്ലെ? നിങ്ങളിറങ്ങും നമസ്കാരത്തിന്റെ ഈ ഫിസിക്കലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? ഈ പോസ്റ്റേഷൻ ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. പിന്നെ പറയുന്നത് എന്താ? സൊസൈറ്റി നമ്മളെ കണക്ട് ചെയ്യും. പള്ളിയിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പില് ആദ്യത്തുന്നവനെ മുമ്പിൽ ഉണ്ടാവാം. അവന്റെ കാലിന്റെ പുറകിൽ എന്ത് ചെയ്യാം? എത്ര വലിയ പണക്കാരനൊക്കെ സുജൂദ് ചെയ്യേണ്ടി വരും അല്ലെ? ഭയങ്കര മെസ്സേജ് നൽകും. നമുക്കത് മനസ്സിലാവത്തുണ്ടോ? അമേരിക്കയിൽ പോലും അല്ലെ, കറുത്തവർക്ക് അനുഭവിക്കുന്ന വിവേചനങ്ങൾ, മനുഷ്യർക്ക് വംശീയപരമായിട്ടുള്ള വിവേചനങ്ങൾ, ഇതിനൊക്കെ അടുക്ക് മനുഷ്യ സാഹോദര്യത്തിന്റെ ഒക്കെ വലിയൊരു ഉപമയാണ് നമസ്കാരം പഠിപ്പിക്കുന്നത്. അല്ലാഹു പറയാണ്, ഒരു ചെറിയ ഹെൽപ്പ് പോലും ചെയ്യൂല കേട്ടോ. ആ ചെറിയ ഹെൽപ്പ് നമ്മൾ പറഞ്ഞത്, ആളുകൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാകാത്ത ആളുകൾ, പിന്നെ ഓരെന്തിനാണ് നമസ്കരിക്കുന്നത്? കാരണം നമസ്കാരത്തിന് ലക്ഷ്യം മനസ്സിലാക്കാതെ പോകുന്ന ആളുകളാണല്ലോ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ച് കഴിഞ്ഞാല്, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, പരലോക ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിൽ എപ്പോഴും പരലോകം ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കും അല്ലെ? നമ്മൾ മനസ്സിലാക്കിയില്ലേ? ആരാണ് അക്കിയസുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാ? ജീനിയസ്? എന്താ നമ്മൾ പഠിച്ചില്ലേ? അക്കിയസുന്നാസ് എന്ന് പറയുന്നത് അശദ്ദുഹും ഇസ്തിഅദാദൻ ലിമൗത്ത് അല്ലെ? അതായത് പിന്നെ അവര് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണ് എന്താണ് ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ എന്നതിരുന്നു ഹദീസിൽ പഠിപ്പിക്കുകയാണ്. അക്കിയസുന്നാസ് അല്ലെ, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾ. പിന്നെ പറയുന്നത് എന്താ? മൻ അക്കിയസുന്നാസ് അക്കർമുന്നാസ് യാ റസൂലുള്ളാഹ് അശദ്ദുഹും ദിക്റൽ മൗത്ത് അല്ലെ, മരണത്തോർക്കുന്ന വഅശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു ഉലൈക ഹുമുൽ അക്കിയാസ് ദഹബു ബിശറഫിദ് ദുനിയ വകറാമത്തിൽ ആഖിറ. ഉൽക്ക് എന്താ കിട്ടാന്നോ? ദുനിയാവിലെ ശറഫും കിട്ടും, ആഖിറത്തിൽ ഉന്നതിയും കിട്ടും, രണ്ടും കിട്ടും അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ സൂറയിൽ സ്പെസിഫിക് ആയി പഠിച്ചത് നമസ്കാരത്തിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ യഥാർത്ഥത്തിൽ ദീനിന് എന്ത് ചെയ്യണം? നമ്മൾ കളവാക്കുന്ന ആളുകളെ മാറാൻ പാടില്ല. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, സൂറത്തുൽ ഇതില്
ലൈലില് ഖുറാനിൽ കുറെ എക്സാമ്പിൾ ഉണ്ട്. ലൈലില് പറയുന്നുണ്ടല്ലോ, പിന്നെ ഫഅമ്മാമൻ അഅ്താ വത്തഖ, അത് സുന്ദരമായ പ്രയോഗം കേട്ടോ. ഖുറാൻ ഓരോന്നും ഭയങ്കര രസമാണ്. അതായത് ചില ആളുകൾ അഅ്താ കൊടുക്കുക എന്താ കൊടുക്കുക? സമ്പത്ത്, പൈസ കൊടുക്കേ, തഖ്വ പുലർത്തുക. ഓപ്പോസിറ്റ് എന്താ പറയുക? അപ്പൊ വസദ്ദഖ ബിൽ ഹുസ്ന, ശരിക്കും ആ ആക്ഷൻ എടുക്കുന്നതിലൂടെയാണ് അവരെ നിന്ന് ഹുസ്ന, ഏറ്റവും വലിയ സത്യത്തെ അവർ സത്യപ്പെടുന്ന നാവ് കൊണ്ടല്ല. എന്തുകൊണ്ടാ? ഏറ്റവും ജീവിതം കൊണ്ടാ, അമലുകളിലൂടെ അല്ലെ, അമലുകളിലൂടെയാണ്. നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അപ്പൊ അങ്ങനെ പറഞ്ഞേ, ഫഅമ്മാമൻ അഅ്താ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന. ഓപ്പോസിറ്റ് എന്താ പറഞ്ഞത്? വഅമ്മാമൻ ബഖില വസ്തഅന. അഅ്താ കൊടുക്കുക, ബഖില എന്താ? നിഷേധിക്കുക, തടയുക. പിശുക്കാണെങ്കിൽ കൊടുക്കൂല അല്ലെ. നിസ്കാരക്കാരെ കുറിച്ച് അവള് കൊടുക്കൂല, യഥാർത്ഥ നിസ്കാരക്കാരല്ലാത്തവള് കൊടുക്കൂല അല്ലെ. വസ്തഖന ആവശ്യമല്ല, എനിക്ക് താൻ മതി എന്ന് വിചാരിക്കും. ആദ്യത്തെ ആളോ ഫഅമ്മാമൻ അഅ്താ കൊടുക്കുകയും ചെയ്യും, വത്തഖ, ഓ മനസ്സിലാക്കുന്ന എനിക്കുള്ളതൊക്കെ ആര് തന്നതാ? എന്റെ റബ്ബ് തന്നതാ. എന്റേതൊക്കെ ആരുടേതാണ്? എന്റെ റബ്ബിൻ്റെതാ അല്ലെ. ആ തഖ്വാപദം എന്റെ അള്ളാഹു പറയുന്നതാ. ഫസനു യസ്സിറുഹു ലിൽ യുസ്റ എന്ന് പറയുന്നത്. അള്ളാഹു അവർക്ക് ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് നമുക്ക് എളുപ്പാക്കി തരും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും ഹാപ്പിയസ്റ്റ് പീപ്പിൾ ആരാ? ദോ ഹു സെർവ് ദി ബെസ്റ്റ് അല്ലെ. നമുക്ക് എല്ലാം എളുപ്പമാവും എല്ലാത്തിലും. ഫമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, നമ്മുടെ വഴി അള്ളാഹു എളുപ്പാക്കി തരും. വയർസുഖുഹു മിൻ ഹൈത്തു ലാ യഹ്തസിബ്, നമ്മൾ വിചാരിക്കാത്ത പോലെ അള്ളാഹു നമുക്ക് റിസ്ക് തരും. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് വലിയൊരു വിഷയമാണ്. നമ്മള് ഈ സൂറ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കണം. ഹു ഈസ് എ മുഅ്മിൻ, നമുക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ബ്ലെസ്സിങ്സ് കിട്ടുക? ഒരിക്കലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്റെ പേരിന്നതായത് കൊണ്ടോ ഞാൻ ഇസ്ലാമിന്റെ ഡ്രസ് കോഡ് കീപ്പിൽ ഈമാന്റെ ഭാഗം അല്ലെ, അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു അമലാട്ടോ. ഒരു അമല് സ്വാലിഹാത്ത് തന്നെയാണ്. പക്ഷെ അൾട്ടിമേറ്റ് അള്ളാഹു ആഗ്രഹിക്കുന്ന എന്താ? അള്ളാഹുവിന്റെ യഥാർത്ഥ അബ്ദുകളായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലെ. അപ്പൊ അതിലേക്ക് നമ്മൾ അടുപ്പിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യഥാർത്ഥ മുഅ്മിനുകളാകുന്നത്, യഥാർത്ഥ നമസ്കാരക്കാരാവുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ല, മുഹമ്മദ് ഇക്ബാലിന്റെ ഒരു കവിത ഉണ്ടല്ലോ, എന്താണ്? ലഭ്യാതി ഹെ ലഭ്യാതി ഹെ ദുആ, ഇങ്ങനെ പറയുന്നത്. അത് ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഇക്ബാലിന്റെ കവിത എന്താ പറയുന്നോ? ലഭ്യാതി ഹെ ദുആ ബൻകെ തമന്നാ മേരി. അത് ശരിക്കും ഫീൽ ചെയ്യണം. എന്റെ ആഗ്രഹം പ്രാർത്ഥനയായിട്ട് ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വരുന്നു കേട്ടോ. എന്താണ്? ജിന്ദഗി ശംഅ കി സൂരത് ഹ ഖുദായാ മേരി അല്ലെ. എന്റെ ജീവിതം എന്ത് ചെയ്യണം? മെഴുകുതിരി പോലെ ആക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എല്ലാവർക്കും വെളിച്ചം പകർന്ന് സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരി അല്ലെ. അതിൽ കുറെ വരികളുണ്ട്. ഹൊമരാഗാം ഗരീബോം കി ഹിമായത് കർണ. എന്റെ ജീവിത ദൗത്യം എന്താണ്? പാവങ്ങളെ ചേർത്ത് പിടിക്കുക. ദർദമന്തോ സെ സൈഫോ സെ മുഹബത്ത് കർണ. വേദന അനുഭവിക്കുന്ന ദുർബലരെ എന്ത് ചെയ്യുക? അവരിഷ്ടപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കാൻ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ലെഗസി ബാക്കി വെച്ച് അള്ളാഹുവിലേക്ക് യാത്രയാവാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സവിശേഷമായി ഈ സൂറ അല്ലെ, ആരാണ് ദീനിനെ കളവാക്കുന്നവൻ എന്ന് മനസ്സിലാക്കാൻ, യഥാർത്ഥ നമസ്കാരക്കാരായി മാറാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്വസ്റ്റ്യൻ ഉണ്ടോ? വലൈക്കും അസ്സലാം. നമ്മളെ ക്ലാസ്സിൽ ഉള്ള ഒരാള് പ്രസവിച്ചിട്ടുണ്ടല്ലോ അല്ലെ. നിങ്ങൾ ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നമ്മളിപ്പം ക്ലാസ്സിന് ലീവ് ചെയ്യും, പക്ഷെ നിങ്ങൾ ഖുറാൻ പഠിക്കുന്ന ആളുകളാണല്ലോ അല്ലെ, ഒരു ഗ്രൂപ്പാണല്ലോ, പരസ്പരം ഇതൊക്കെ ഷെയർ ചെയ്യണം. സന്തോഷങ്ങൾ പങ്കുവെക്കണം, ദുഃഖങ്ങൾ പങ്കുചേരണം. ഭയങ്കര ബർക്കത്തായിരിക്കും കേട്ടോ. ഈ ഖുറാൻ പഠനത്തിന്റെ റിലേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ബർക്കത്തായിരിക്കും. അള്ളാഹു കൂടെയുള്ള റിലേഷൻ ആയിരിക്കും അത്. അത് കുടുംബബന്ധത്തെക്കാൾ വലുതായിരിക്കും. ആണോ? അങ്ങനെ തന്നെ കേട്ടോ. കുടുംബബന്ധവും രണ്ട് കുടുംബവും കുറച്ചും കൂടി പോയിട്ട്, പക്ഷെ ഈ വിശ്വാസികളുടെ ബന്ധം, അതുകൊണ്ട് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകൻ മുങ്ങി മരിച്ചപ്പോ അള്ളാഹു പറഞ്ഞ എന്താ? മാക്കാന മിൻ അഹ്ലിക്, ഒന്നിന്റെ കുടുംബത്തിൽപ്പെട്ട എന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്. യഥാർത്ഥ കുടുംബം ആരാ? വിശ്വാസികളുടെ കുടുംബമാണ്. അതുകൊണ്ട് ഇങ്ങനെ പങ്കുവെക്കണം. എനിക്ക് ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞു തന്നില്ല കേട്ടോ അല്ലെ. ഐഷ നൗറിൻ ഇത് ഇല്ലേനല്ലേ?
ഐഷൻ ഐഷൻ വെച്ചാല് എൻ്റെ കസിനാണ് റമീസിന്റെ ഉമ്മ. എൻ്റെ ഉപ്പാന്റെ നേരെ ജ്യേഷ്ഠന്റെ മോളാണ്. അപ്പോൾ പിന്നെ റമീസ് ഞാനും 1 മുതൽ 10ാം ക്ലാസ് വരെ ഒരേ ക്ലാസ് പഠിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയുന്നത് ഞങ്ങൾ ഫാമിലിയും ഇങ്ങനെയാണ്. ഇൻഷാല്ലാ ഞാൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞല്ലോ കേട്ടോ. നിങ്ങൾ അങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്യുക, ഗ്രൂപ്പുകളിലൊക്കെ പങ്കുവെക്കുക. ഈ ക്ലാസ് കഴിഞ്ഞാലും എന്ത് ചെയ്യണം, കൂടുതൽ അങ്ങനെ ഫോളോ മുമ്പോട്ട് പോവാം. ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് ചോദിക്കാൻ, അല്ലെങ്കിൽ വേണ്ടിപ്പിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ല, എന്നാലും പിന്നെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ വഹദൈനാഹു നജ്ദൈൻ പറയുന്നുണ്ടല്ലോ, സന്മാർഗം, 2 മാർഗങ്ങൾ തന്നതിനെ കുറിച്ച്. അപ്പൊ നമ്മള് ഈ ദഅവത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അപ്പൊ അള്ളാഹുവിനെ കുറിച്ചിട്ട് നമുക്ക് കുറെ അറിവുകളുണ്ട്. അഴിബായ കാര്യങ്ങൾ വിശ്വസിക്കണം എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ അതിനെ വിട്ടിട്ടുള്ള ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യൂലേ. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് അധികം അറിവില്ലാത്ത ആളുകളോട് ഇങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരം തന്നെ അള്ളാഹുവിന്റെ ഒരു ഖലാഇനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം എഴുതി വെക്കപ്പെടും അല്ലെ. നമ്മളെ കാര്യങ്ങളൊക്കെ പഠിച്ചോന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തി വെച്ച റബ്ബ് എന്നേക്കൂലെ ഇപ്പം മുജിത്തതുകളൊക്കെ ആവുന്ന ആൾക്കാരില്ലേ, ഒരു മുസ്ലിങ്ങളായിരിക്കും, പിന്നെ ഇസ്ലാമിനെതിരെ ആയി പോകുന്നത്. അതൊക്കെ അള്ളാഹുവിന്റെ ഒരു തീരുമാന പ്രകാരമല്ലേ, പിന്നെ എങ്ങനെയാണ് അവർ അള്ളാഹു ശിക്ഷിക്കപ്പെടുക? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോ ഈ ചോദിക്കുന്ന ആളുകളെ സംതൃപ്തിപ്പെടുത്താൻ എത്ര ഏറ്റവും എനിക്ക് പറ്റില്ല. അപ്പൊ അതിനവരോട് നമ്മൾ എന്താ മറുപടി പറയണ്ടേ? അതില് എന്താ വെച്ചാല്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഈ പ്രോഗ്രാമിംഗ് ചെയ്യൂലേ, പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലോ, പ്രോഗ്രാമിംഗ് ചെയ്യുമല്ലോ, ഈ ചില സോഫ്റ്റ്വെയറുകളൊക്കെ പ്രോഗ്രാം ചെയ്യും. ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനാണ് അതിന്റെ ഔട്ട്കം കിട്ടുക. അങ്ങനെ ഉണ്ടല്ലോ, ഒരു സംഗതി തന്നെ 2 രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ എങ്ങനെയാണോ പ്രോഗ്രാമിംഗ് 2ഉം ഉണ്ടാവും. പക്ഷെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യുക, അതിന്റെ ഔട്ട്കം ഉണ്ടാവാം. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാര്യത്തിൽ എന്താ ചെയ്തത്? ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദിക്കും, നിങ്ങൾ പറഞ്ഞല്ലോ വഹദൈനാഹു നജ്ദൈൻ, 2 വഴി കാണിച്ചു കൊടുത്തു അള്ളാഹു. സ്വർഗം നരകം, സ്വർഗം നിങ്ങളുടെ ഒരു കാലിന്റെ ചെരുപ്പിന് അഖ്റബു ഇലാ അഹദിക്കും മിൻ ശിറാഖിൻ അലിഹി വന്നാറു മിസ്ലു ദാലിക്, സ്വർഗവും നരകവും നമ്മളുടെ അടുത്ത് തന്നെ. എന്ന് വെച്ചാൽ 2ലേക്കുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, നമുക്ക് തുറന്നു തന്നു. ഇതൊരു പ്രോഗ്രാമിംഗ് പ്രോസസ് ആട്ടോ. അപ്പൊ നമ്മൾ ഏതിലൂടെയാണോ ആക്ഷൻ എടുക്കുന്നത് അല്ലെ, ആ റൂട്ടിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് 2ലേക്കുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണോ ആക്ഷൻ എടുക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഔട്ട്കം ഉണ്ടാവാം. അപ്പൊ അള്ളാഹു 2 ഔട്ട്കം നമ്മളെ കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഖുർആൻ ഹദീസ് പഠിപ്പിക്കുന്ന കേട്ടോ. നമ്മുടെ കാര്യത്തിൽ സ്വർഗവും നരകവും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതില് നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സും തന്നു. അതുകൊണ്ട് ആ ഫ്രീഡം ഓഫ് ചോയ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് റൂട്ടാണോ സെലക്ട് ചെയ്യുന്നത് അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ പടച്ചവൻ എത്തിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു റിയാലിറ്റി. അപ്പം പിന്നെ ഇതിൽ ആരെങ്കിലും സോഫ്റ്റ്വെയർ ഫീൽഡിൽ ആരെങ്കിലും ഉണ്ട്, IT എഞ്ചിനീയേഴ്സ് ഒക്കെ? എനിവൺ? അറിയില്ല. വീട്ടിലെ IT-ക്കാർ കുറവല്ലേ, ബാംഗ്ലൂരൊക്കെ IT-ക്കാർ ഉണ്ടാവുന്നു അല്ലേ? അപ്പോൾ ഇതാണ് അതിന്റെ റിയാലിറ്റി. അതാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരാളുടെ ഡെസ്റ്റിനിയുമായി ബന്ധപ്പെട്ട് 2 ഓപ്ഷനും അതിലേക്കുള്ള വഴികളൊക്കെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, 2 ആൾക്കും വെച്ചിട്ടുണ്ട്. പിന്നെ അള്ളാഹു ഫ്രീഡം ഓഫ് ചോയ്സ്, മനുഷ്യർക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ഫ്രീഡം ഓഫ് ചോയ്സ്. മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ആർക്കും ഇല്ലാത്ത ഒരു ബ്ലെസ്സിങ് ആണ് എന്ത്, ഫ്രീഡം ഓഫ് ചോയ്സ് അല്ലെ. അത് നമുക്കുള്ളൊരു അംഗീകാരമല്ല, നമുക്കുള്ള അംഗീകാരമാണ്. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു, ആ 2ലേക്കുള്ള ഇത് കാണിച്ചു തന്നു. പിന്നെ നമ്മൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്ക് തീരുമാനിക്കാൻ കഴിയാം. അതിൽ അള്ളാഹു നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ഓപ്ഷൻ തന്നു എന്നുള്ളതാണ്. ഇപ്പൊ അത് കുറച്ചും കൂടി സ്വർഗത്തിലേക്ക് എത്തും. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ഒരു കഴിവ് നമുക്ക് എന്താണ് കഴിവ്, ആഗ്രഹിക്കുന്നൊക്കെ കിട്ടുക എന്നുള്ളത് ദുനിയാവിൽ നമുക്ക് നടക്കുമോ? ഇല്ലല്ലോ അല്ലെ. അപ്പൊ ലഹുമ്മ യശാഉന ഇൻദ റബ്ബി, അപ്പൊ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ പടച്ചവന്റെ ഒരു ഇത് നമുക്ക് തരാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കിട്ടും അല്ലെ. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രോസസ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനം.
നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അറിയണോ? ഇല്ല എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അപ്പൊ അവര് മറുചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് പ്രശ്നം. അല്ല, നന്നായിട്ട് അല്ല ദാനധർമ്മം ചെയ്യുന്ന അതിലെന്താ വെച്ച് മക്കള് കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല്, ഈ ഒരാൾക്ക് ഹിദായത്തിലേക്ക് എത്താനുള്ള വഴി അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ, ഹിദായത്തിലേക്ക് എത്താനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, അത്തരം വഴികൾ തുറന്നു കിട്ടും. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താ പരമാവധി യുക്തിബദ്ധമായിട്ട് എന്ത് ചെയ്യണം, മറുപടികൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. പക്ഷെ ഒരാൾ തീരുമാനിക്കുകയാണെന്ത്, എനിക്കിതൊന്നും വേണ്ട, ഇതിലേക്കൊന്നും എത്തണ്ട, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾക്ക് പിന്നെ ഒരിക്കലും എന്തെങ്കിലും എത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഉണ്ടല്ലോ, ലോജിക്കൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാൽ ചില സംഗതികൾ ഉണ്ടാവും, ചില സ്പെസിഫിക് സംഗതികൾ ഖുറാൻ തന്നെ പറയുന്നുണ്ടല്ലോ. ഖുറാനിലെ ആയത്തുകൾ രണ്ട് വിധത്തിലുണ്ട്. എന്താ, വളരെ ക്ലിയർ ആയിട്ടുള്ള മുഹ്കമാത്തുകളുണ്ട്, എന്നാൽ മുതശാബിഹാത്തുകളുണ്ട്. ഇപ്പൊ അള്ളാഹുവിന്റെ അസ്തിത്വം, ഇങ്ങനെ കുറെ സംഗതികളുണ്ടല്ലോ. അപ്പം പിന്നെ ചിലതില് ചില ക്ലാരിറ്റിയുടെ, അത് അള്ളാഹു ഒരു പരീക്ഷണമായി വെച്ചാണ്. എന്ത്, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, ആ നന്മ ആഗ്രഹിക്കുന്നവർക്ക് മുഹ്കമാത്തുകൾ ഉപയോഗിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹുലേക്ക് അടുക്കാനും ദീനിന്റെ മഹത്വം മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന ഇഷ്ടം പോലെ എന്താണ് തെളിവുകളും യാഥാർത്ഥ്യങ്ങളും ഉണ്ട്. അപ്പൊ അതാണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് പിന്നെ ഇൻഷാല്ലാ പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ ഇൻഷാല്ലാ എനിക്ക് ഫീഡ്ബാക്ക് നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുമോ അല്ലെങ്കിൽ നമ്മൾ മീറ്റിങ്ങിൽ എടുക്കുന്നു അല്ലേ? ആണോ? മീറ്റിംഗ് ഫിസിക്കൽ മീറ്റിംഗ് അല്ലേ? അതെ, അന്ന് ഒരു ഫീഡ്ബാക്ക് സെഷൻ വെക്കാന്നാണ്. ഇൻഷാല്ലാ. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ തന്നെ നിയത്ത് ചെയ്യണം കേട്ടോ. ആ ഒരു ഗ്യാതറിങ്ങിൽ എന്ത് വില കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പങ്കെടുക്കണം. കാരണം നമ്മുടെ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആണ്. പിന്നെ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താ പറയാ, അത് നമ്മൾ പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓപ്ഷൻ നിരക്ക് മാത്രം. അതുകൊണ്ട് എക്സാം ഒന്നും പേടിച്ച് ആരും വരാതിരിക്കരുത് അല്ലെ. നിങ്ങൾ എക്സാമിന്റെ മാർക്കൊക്കെ ഫുള്ള് എല്ലാവരുടെ മാർക്ക് ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് അങ്ങനെ ചെയ്യോ? ടോപ്പ് എത്തിയ അതല്ലേ പറയുള്ളൂ അല്ലേ? അത് മതി. അതന്നെ. അതുകൊണ്ട് എല്ലാരും മാർക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഓർക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ എന്ത് ചെയ്യണ്ട, ഈ നോട്ടീസ് ബോർഡിൽ ഇടണ്ട, അങ്ങനെ ഉണ്ടാവേ. എല്ലാവരും മാർക്ക് ഇങ്ങനെ മറിച്ച് ഓർക്ക് കൊടുക്കണം ഉറപ്പായിട്ടും. അതൊരു പോസിറ്റീവായി കാണുക. അള്ളാഹു എന്തായാലും എല്ലാവരെയും ഇതുപോലെ പരലോകത്തും ഒരുപ്പിക്കട്ടെ അല്ലെ. ഖുറാന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുറച്ചോന് ഈ പഠനത്തിന്റെ ബർക്കത്ത് നമ്മുടെ ലൈഫിലൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ارحمنا بالقرآن واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا. പ്രത്യേകം പ്രാർത്ഥിക്കുക, അള്ളാഹു തുടക്കത്തിലെ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഫലസ്തീനികൾക്ക് അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ തിന്മയും നന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ അള്ളാഹു നന്മയുടെ ശക്തികൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.